കടന്നു പോകുമ്പോൾ അതിശയകരമായി കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് വാഴ്ത്തുന്നു. സ്തോത്രം ചെയ്യുന്നു. ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും നമ്മൾ സംബന്ധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ വാക്കുകൊടുക്കുന്നതിലാണ് സംബന്ധിക്കുന്നത്. എന്നാലും നമ്മൾ അത് പാലിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിഷുവിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തു. ചീഫ് സെക്രട്ടറി എത്തിയിരിക്കുന്നത് ഡോക്ടർ അലക്സ് അദ്ദേഹം ഡിഗ്രിക്കായി കൊണ്ടുവരാൻ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ അറിയാൻ ആദ്യം തന്നെ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 1972 വരെ 31 അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 6 കോടികൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏത് വിഷയത്തിലും ആധികാരികമായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ രീതിയിലേക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദ്യം സാധിച്ചു. ജില്ലാ ചെയർമാനാണ്. കോളേജിലെ എല്ലാ ആവശ്യങ്ങളിലും അച്ഛന്റെ സാന്നിധ്യമുണ്ട്. അച്ഛനെ സ്വാഗതം ചെയ്തു. ഈ കോളേജിലെ എല്ലാ കാര്യങ്ങളും സ്നേഹിക്കുന്നതിനെ സ്വാഗതം ചെയ്തു. അതുപോലെ
കേൾക്കുന്ന എല്ലാ പേരൻസിനെയും സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്തു. അതുപോലെ അച്ഛനെയും സ്വാഗതം ചെയ്തു. അതുപോലെ എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. Thank you, sir. CSA students and parents who സ്നേഹ വന്ദനം. സന്തോഷം. സാധ്യതയുണ്ടായി. dan penting dan penting dan awal masuk itu melalui selalu disebutkan yang sebenarnya sehingga disini sebelum kunci yang berlebihan sesaat menurutnya untuk sebenarnya lagi itu adalah ada yang saya sini soal juga ini menurut saya kita sini mengenai residence dunia berbeda untuk menurut saya itu untuk lebih karena menurut lagi orang yang berbeda terlalu sendiri. Kehidupan manusia bukan lain. Bukan lain sebenarnya dari sebenarnya. Ini seperti itu. Yang ada pada musyawarah dalam pertemuan sesuatu. Pertemuan dalam jiwa pertemuan itu sesuatu. Suatu mengenai perkara ini yang source. Anak sebenarnya itu ini sendiri itu. Ini sampai ini pun yang perlu kita. Apa yang kita lakukan? Ada yang sendiri tidak ada yang how do you utilize the time? How do you utilize the scholars? Itu maknanya yang pertama ini. Ini yang kita dari yang musik yang mana? Orang ini mungkin guru ini orang isu saya soal soal itu. Ini yang sebenarnya warna yang cantik. Itu boleh apa akan mau dilihat untuk yang saya. Pada dunia ini hari nomor itu untuk berjaya ada yang dilihat lagi seperti biasa orang apa yang sakit orang itu dengan sesuatu yang Apabila ini ada itu apa yang kita dalam bentuk apa ini kerana biasa yang kedua mungkin semua ini mereka namun ini kalau kita masuk orang itu berani siapa yang maksudnya mungkin disiplin ada ini ada
അച്ഛനോട് നമ്മുടെ ജീവിതത്തിലാണ് സാധിക്കുന്ന നല്ല ഒരു നിങ്ങളുടെ സമ്മതം മറ്റുള്ള ഇത്രയും പ്രൊഫഷണൽസുള്ള ചെയ്യുവാനും ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും അവർക്ക് അവിടെ ഞങ്ങളുടെ നിങ്ങളുടെ അനുഭവം ദൈവത്തിന്റെ ബലപ്പെടുത്തത്തെ പ്രാർത്ഥിക്കും. ഇതെല്ലാം പഠിക്കുവാൻ നമുക്ക് സാധ്യതകൾ കൊണ്ടിട്ടുണ്ട്. ദൈവത്തെ ഒരു സമൂഹമായി ചെയ്യുന്നു. നമ്മുടെ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ളവരാണ്. നിങ്ങളുടെ വിശ്വാസത്തിനുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ഈശ്വര വിശ്വാസം പോലെ നിങ്ങളുടെ മരണത്തോട് നയിക്കുവാനിടയാകട്ടെ. നമ്മളെല്ലാം നിയോഗിക്കുവാനുള്ള ദൈവമുണ്ട്. ആ നിയമങ്ങളെ നിലനിർത്തുന്നത് വഴി നടത്തുന്ന ബോധ്യവും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഭഗവാനിലെ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മയും നേർന്നുകൊണ്ട് ഞാൻ വാർത്തയിലെത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി സ്ഥാപിക്കുന്നു. ദൈവമായ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Let
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നല്ല പുസ്തകമാണ്. ഈ സമ്മേളനത്തിൽ ഇന്ത്യൻ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചത് അധ്യാപകനായി പോയ ബിഷപ്പ് കോളേജിലെ മാനേജ്മെന്റ് ബിഷപ്പുമായ സംഭവിച്ചിരിക്കുകയാണ്. ഇതിന്റെ മുഖ്യ പ്രഭാഷണമാണ് ഏറ്റവും പ്രധാനമായ ഒരു പ്രധാനമാണ്. ഞാൻ കൂടുതൽ വിശേഷിപ്പിക്കുന്ന പറഞ്ഞു ഗവർണർ അലക്സാണ്ടർ ഈ പ്രോഗ്രാമിന്റെ മനോഹരമാക്കി ആദ്യമായി ഇപ്പോൾ കോളേജിൽ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരും ഹൃദയ ഭാഷയിൽ അഭിനയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. കോഴിക്കോട് കാസർഗോഡ് കോട്ടയത്തേക്ക് അവർ പറയുന്നത് അവരുടെ പ്രചരണം അതുകൊണ്ടായ സന്തോഷം നിങ്ങൾ അഭിനന്ദിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ പോകുന്നു. ഈ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ സുപ്രധാനമായ ഒന്നുമായി മാറ്റത്തേക്കാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുന്നു. ഇത് നിങ്ങൾ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കുറിച്ചുള്ള നിങ്ങളുടെ ജീവിതത്തെ മറക്കാൻ ആത്മാർത്ഥ ദിനമായിട്ട് ഇലക്ഷൻ സെറമണി ഓഗസ്റ്റ് 24 ആ ആഗ്രഹം മാത്രമല്ല നിങ്ങളെല്ലാവരും നല്ല ഒരു ഭാവങ്ങളും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായി തീരാനുള്ള പരിശ്രമത്തിലേക്ക് ചുവടുവയ്പ്പ് അത് കൃത്യമായി മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ ഭാഗങ്ങളിൽ നിന്നും നന്ദി നമസ്കാരം.
and reason. Today, we are truly privileged to have known us in many ways, in many scenarios with splendid knowledge and inspiration. Dr. Alexander Network Pathways. So we should have a great teaching who was well aware in Indian police service. He served as a director of the police area. With more than 7 lectures, there were schools, college, and institutions. He has touched the life of active students who are making them to pursue excellence with integrity. His only success beyond policy, he is a distinguished scholar, a prolific writer, a recipient of all the serious awards, both state and national. On behalf of CSI colleagues for legal service, I extend a warm welcome to you. ഇന്ന് പുതിയ കോഴ്സിലേക്ക് കാലഘട്ടത്തുന്ന ഇന്നത്തെ ഖ്യാതികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, ഏവർക്കും എൻ്റെ നമോഭാവം. വളരെ പ്രശസ്തമായി വളർന്നു വരാൻ നിങ്ങളുടെ കോഴ്സിന്റെ തുടക്കത്തിൽ പ്രസരിക്കാൻ കഴിയുന്നത് നല്ല ഒരു ഭാഗ്യമെനിക്കെന്നെ. നിങ്ങളുടെ പ്രസാദം നിങ്ങളുടെ വൈസത്തിൽ ഉദ്ദേശിച്ച് ഞാൻ ജനിച്ച വളർന്നപ്പോൾ കാലത്തിലെ വളരെ പ്രശസ്തമായ രണ്ട് കുടുംബങ്ങൾ ജനിച്ചവരാണ്. വളരെ പ്രശസ്തമായ ഒരുപാട് പൂർവ്വികരുള്ളവരാണ് രണ്ടുപേരും. ഇവിടെ വന്നപ്പോഴാണ് രണ്ടുപേരെയും പരിചയപ്പെടാനും അത് എടുക്കാനും കഴിയുന്നത്. വളരെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ, യൂണിവേഴ്സിറ്റി ഡീനായ പ്രിൻസിപ്പൽ, നിങ്ങളുടെ പ്രിൻസിപ്പളായി ലഭിച്ചിരിക്കുകയാണ്. ഈ അനുകൂലമായ സാഹചര്യം നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദ്യമായി ഓരോരുത്തർക്കും കിട്ടിയ അപൂർവമായ സൗഭാഗ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ജനിച്ചു വരുന്ന കുട്ടികളിൽ 1% മാത്രമേ കോളേജിൽ പോകുന്ന ഭാഗ്യമുള്ളൂ. 70% പേര് 7ാം ക്ലാസ് ആകുമ്പോഴേ സ്കൂളിൽ പോകുമ്പോഴാണ്. 99% of students drop out by the 12th standard. കോളേജിൽ പോയി പഠിക്കാൻ ഭാഗ്യം ലഭിച്ചത് 1%. ഇന്ത്യയിലെ 3ാം കോടി ജനങ്ങളിൽ ഡിഗ്രിയോടൊപ്പം 3 കോടി, അതിലേറെ 100 കോടി വൈകിട്ടായി ഡിഗ്രി എടുത്തിട്ടുള്ളവരാണ്. പക്ഷേ കോളേജിൽ 3% 0.2% മാത്രമേ ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കാൻ പറ്റൂ. ഒരു എഡ്യൂക്കേഷനോ ഒരു എഞ്ചിനീയറിംഗിനോ ഒരു എലക്ട്രിക്കോ പോയി പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു എലക്ട്രിക് അഡ്മിഷൻ കിട്ടി പഠിക്കാനാകുമ്പോൾ ഇന്ത്യയിൽ ജനിച്ച ഒരു കുട്ടികളുടെ 0.2% അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒന്നുകൊണ്ട് ഈശ്വരൻ തന്ന അപൂർവമായ ഭാഗ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ അഡ്മിഷൻ കിട്ടി, ഞാൻ അഡ്മിഷൻ കിട്ടി, ഞാൻ ഡിഗ്രി എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അഡ്മിഷൻ കിട്ടി ഒരു ക്ലാസ് പോലും കയറാൻ സമയത്തിന് വേണ്ടി കോട്ടയത്തിനടുത്ത് പോസ്റ്റ് ചെയ്ത് ഞാൻ അതിൽ പോകുന്നു. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ നിങ്ങളെ കാണുന്ന എനിക്ക് ചെറിയ അസുഖം മനസ്സിലാക്കണം. എനിക്കെടുക്കാൻ പറ്റാത്തൊരു ഡിഗ്രി നിങ്ങൾ എടുക്കാൻ പോകും എന്നുള്ളത് ചെറിയ അസുഖം കാണുകയാണ്. നിങ്ങളുടെ പഠിത്തം തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധാർത്ഥമായി ഈ പഠിത്തം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ചിത്രം ഉണ്ടാകണം. വെറുതെ പിന്നീട് കോളേജിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ അതല്ല നിങ്ങൾ ലക്ഷ്യമാക്കേണ്ടത്. നിങ്ങൾ കൂടുതൽ കൃത്യമായ മാന്യതയോടുകൂടി മുമ്പോട്ട് പോകണം. ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സർവീസ് ഏതാണ്? ഏറ്റവും വലിയ സർവീസ് യൂണിയനുകളുടെ സിവിൽ സർവീസാണ്. യൂണിയനിൽ 14 സിവിൽ സർവീസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഹെഡ്ക്വാർട്ടർ സർവീസ്, ഇങ്ങനെ 14. യൂണിയൻ സിവിൽ സർവീസ് കയറിയാൽ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു മാസം സ്റ്റാർട്ടിങ് ശമ്പളം. പക്ഷേ 20 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശമ്പളം 1 കോടി രൂപ ഒരു മാസം. അപ്പൊ യൂണിയൻ 14 സർവീസിൽ ഒരു സർവീസ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് യുവൻ ലീഗൽ സർവീസ്. ജനീവായിട്ട് ഇന്റർനാഷണൽ കോർട്ടുമായി ബന്ധപ്പെട്ട ലീഗൽ സർവീസ്. നിങ്ങൾ എന്തിനു കഴിയും
പി ഞാൻ പ്രൊഫഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് 3 വർഷം പ്രാക്ടീസ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് UN സിവിൽ ലീഗൽ സർവീസിനോട് മത്സരിക്കാറുണ്ട്. നിങ്ങൾ കുറച്ച് പേരെ UN സിവിൽ സർവീസ് പോകണം പരിപാടിയാൽ ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങളെല്ലാം 2020 എടുക്കും. പിന്നെ ഒരു 3 വർഷം വെയിറ്റ് ചെയ്ത് 2034 നിങ്ങൾ ലീഗൽ സർവീസിൽ കയറി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ഒരു ലീഗൽ ഓഫീസറായി തീരണം. ലോകത്തോടുള്ളവരെ നിങ്ങളുടെ ദേശത്തും മാറ്റിമാറുന്ന സുഹൃത്തുക്കളും ഇത് കൃത്യമായി നിങ്ങൾ രക്ഷപ്പെടേണ്ട ഒന്നാണ്. രണ്ടാമത് ഇന്ത്യൻ സിവിൽ സർവീസ് ഞങ്ങളുടെ IAS ഹിസ്റ്ററി പൊളിറ്റിക്സ് ഇംഗ്ലീഷൊക്കെ എടുത്താൽ ഞങ്ങളുടെ IAS പാസ്സാക്കി. പക്ഷേ 13 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെന്റ് സിവിൽ സർവീസിന്റെ സിലബസ് അമെന്റ് ചെയ്തു. MBBS മെഡിസിൻ ഒരു ഓപ്ഷൻ സബ്ജക്റ്റാക്കി, എഞ്ചിനീയറിംഗ് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഓപ്ഷൻ സബ്ജക്റ്റാക്കി, ലോ ഒരു ഓപ്ഷൻ സബ്ജക്റ്റാക്കി. നിങ്ങൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ ആ സിലബസ് ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ സബ്ജക്ട് 1 and 2 ലോയിൽ തന്നെ എടുക്കാം. 500 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ജനറൽ സ്റ്റഡീസിന്റെ 1000 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തു. പിന്നെ essay നടത്തി കഴിഞ്ഞാൽ essay 1000 മാർക്കുള്ള സിവിൽ സർവീസ് പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിച്ചു കയറി ആകാം. അപ്പൊ നിങ്ങൾ IAS സിവിൽ സർവീസ് 27 സർവീസാണ്. 3 സർവീസുകൾ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇങ്ങനെ 3 ക്ലാസ് ഓഫ് സർവീസ്. പിന്നെ സർവീസ് ഗ്രൂപ്പ് എ ഇന്ത്യൻ ഇൻകം ടാക്സ് സർവീസ്, ഇന്ത്യൻ കസ്റ്റമർ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, റെയിൽവേ പാർക്ക് സർവീസ്, റെയിൽവേ സർവീസ്, ഇങ്ങനെ പല ശമ്പള സെയിമാണ്, പക്ഷേ ക്വാളിറ്റി അഡ്വാൻസ്. പിന്നെ സർവീസ് ഗ്രൂപ്പ് ബി 27 സർവീസ് ഒരു പരീക്ഷ, പക്ഷേ 27 സർവീസിലേതൊന്നും കിട്ടാം. പണ്ട് ഒരു പടിക്ക് 2 പഠിക്കുന്നു. IAS എഴുതിയാൽ ഒരു പടിക്ക് 27 പഠിക്കുകയാണ്. ഏത് പക്ഷേ എഴുതുന്നത് പഠിക്കാനും മനസ്സിലാവും, പഠിക്കട്ടി കഴിഞ്ഞ് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്നതിനെപ്പറ്റി IAS പഠിച്ചെടുക്കാൻ വേണ്ടി 2 ഓപ്ഷൻ ലോ എന്ന ഓപ്ഷൻ എടുക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളുടെ സിലബസ് നിങ്ങൾ IAS എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പത്രമായാലും ജനറൽ സ്റ്റഡീസ് എടുക്കണം. പിന്നെ ലേഖനം ലോകപ്പെടുത്താൻ IAS വരാം. നാളെ നിങ്ങൾക്ക് കോട്ടയം സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറി ആവാം, DGP ആവാം, ഇന്ത്യയുടെ അംബാസഡർ ആവാം, IAS ലോകത്തിന്റെ അംബാസഡർ ആവാം. എത്ര സ്ഥാനങ്ങൾ. അപ്പൊ നിങ്ങൾ IAS കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ സബ് കളക്ടർ ആവുമ്പോൾ നിങ്ങൾ SDM സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ആണ്. നിങ്ങൾ കളക്ടറേറ്റ് വരുമ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. 170 146 അനാസ്ഥിതാണ്. 6 മാസത്തെ കാണാൻ കിടക്കുമ്പോൾ വലിയ അധികാരം കിട്ടുന്നത്. വലിയ അധികാരം എല്ലാവരും ജാഗ്രതാണെന്ന് പറയുന്നത് അധികാരം മജിസ്ട്രേറ്റിന് അധികാരമില്ല. IAS പാസ്സാക്കാൻ വലിയ കമ്മീഷണറാണ്. അപ്പൊ കമ്മീഷണറായിട്ട് പട്ടണങ്ങളില് ബോംബെ പട്ടണങ്ങളില് ബാംഗ്ലൂർ പട്ടണങ്ങളില് മജിസ്ട്രേറ്റ് പോകണ്ട. ഒരു മജിസ്ട്രേറ്റായിട്ട് നീതിനായ പോയിട്ട് കാലപ്പത്രത്തിൽ സിവിൽ സർവീസ് പാസ്സായി. അതുകൊണ്ട് കുറച്ച് കുട്ടികൾ IAS ലക്ഷ്യമാക്കി പഠിക്കണം. IAS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ പേര് ഒരു സ്കൂളിലേക്ക് കൊടുക്കാൻ നമുക്കിവിടെ സിവിൽ സർവീസുകൾ തുടങ്ങാൻ ഞാൻ നിങ്ങളെ കോച്ച് ചെയ്യാൻ ഇപ്പോഴൊക്കെയുള്ള IAS ലോ എടുത്തിട്ട് IAS പാസ്സാണ്. 27 നിലയിലെത്തിയാൽ വളരെ നല്ലതാണ്. അപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയി UN ലീഗൽ സർവീസിൽ പോവുക, ഇന്ത്യയുടെ ലോ എക്സിക്യൂട്ടീവ് പാസ്സാവുക. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി രക്ഷപ്പെടും. ആഗ്രഹിക്കുന്ന വൈദ്യുതി കോളേജിന്റെ കൊടുത്തേക്കാം. നിങ്ങളത് ഭംഗിയായിട്ട് തയ്യാറാണ്. 3 തയ്യാറാകുന്നത് ജഡ്ജിയാകാൻ വേണ്ടിയാണ്. മജിസ്ട്രേറ്റ് പരീക്ഷയാണ്, സെക്കൻഡ് ജഡ്ജി പരീക്ഷ.
ഞാൻ സിലബസ് നിങ്ങൾക്ക് അയച്ചത് നിങ്ങൾ എനിക്ക് പഠിക്കുമ്പോഴേ മത്സരത്തിന്റെ പരീക്ഷയെ സിലബസ് പഠിക്കണം. അപ്പൊ അവിടെ വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യും. അങ്ങനെ ക്ലിയർ കഴിഞ്ഞാൽ നിങ്ങളെ ദൈവബഹുമാനം കഴിക്കാൻ വേണ്ടി മനുഷ്യമായി ലോകം വിളിക്കുന്ന വേറെ ഏതെങ്കിലും പ്രൈവറ്റുമായി പ്രസിഡന്റുമായി ലോകത്തിൽ മനുഷ്യൻ മൈലോകം വിളിക്കുന്ന ഒറ്റ പണിയുള്ളൂ, അത് ജനിതക പണിയാണ്. ഞങ്ങളെല്ലാം ജീവിക്കാൻ പക്ഷെ അവിടുത്തെ കൊടുക്കാനെ കൊടുക്കുന്നത് നമ്മൾ നിൽക്കുകയാണ് നിന്നുകൊണ്ട് പ്രയോജനപ്പെട്ടതല്ലേ ഇതിന് നിസ്സാരമാണ്. അപ്പൊ ഈശ്വരൻ വിളിക്കുന്ന പോലെ മൈൻഡ് കേൾക്കാൻ നിങ്ങളുടെ ജാതകത്തിൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പറ്റിയാണ്. അതുകൊണ്ട് മത്സര പരീക്ഷയുടെ സിലബസ് ഞാൻ അയച്ചുതരാം. പിന്നെ ഇന്ത്യ ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് IAS പോലെ ഒരു സർവീസ് ഉണ്ടാകുന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ്. എല്ലാവരും മാത്രമേ അത് പരീക്ഷ എഴുതുള്ളൂ. അപ്പൊ ഒന്നാമതിലെ നല്ലത് ഒറ്റ ഇന്ത്യയിൽ എവിടെ ഒരു സർവീസിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പൊ എന്റെ സർവീസസ് എല്ലാവരും എല്ലാവർക്കും ഈ മത്സര സിലബസ് സിലബസ് അയച്ചു കൊടുത്ത് ഇപ്പൊ കേരളത്തിലെ 10 വ്യക്തിമാര് എന്റെ കസിൻസോ എന്റെ ടീച്ചേഴ്സോ നെവ്യൂസോ ആണ്. എല്ലാവരും ചേർന്നപ്പോഴേ പഠിക്കുവാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നതിനകത്ത് ഒരു 10-30 വ്യക്തിമാരാണ്. എല്ലാവരും നമ്മളെ നല്ല കഴിവാണ്. അത് ഇപ്പോഴും വേറെ എല്ലാം പഠിക്കുമ്പോഴേ എനിക്ക് ജഡ്ജിയാവണം എന്നാൽ വേറെ വേണം പോകാൻ. അപ്പൊ ഇന്ത്യൻ ലീഗൽ സർവീസ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആൻഡ് സെക്രട്ടറി സർവീസ് അതിന് നിങ്ങൾ തയ്യാറാണ്. അത് മൂന്നാമതായി നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട ഒരു ലക്ഷ്യം. ഇനി നാലാമതായി നിങ്ങൾ കുറച്ചു പേർക്ക് വളരെ നല്ല വാക്ചാതുര്യവും ക്ലാസ് എടുക്കാൻ കഴിവുകളും ഉണ്ടാവും. അങ്ങനെയുള്ളത് എല്ലാവരും കഴിഞ്ഞിട്ട് എല്ലാം പഠിക്കാൻ തയ്യാറാണ്. എല്ലാം പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും ലോ കോളേജുകൾ പഠിപ്പിക്കാൻ കേരളത്തിൽ സൗത്ത് ആഫ്രിക്കയിലെ ജവാഹർലാൽ യൂണിവേഴ്സിറ്റിയിലെ എന്റെ കസനാണ് അവനെ നിർത്താറുള്ളതും പരിപാടി അദ്ദേഹം പറയാണ് അവിടുത്തെ ഏറ്റവും ലോ കോളേജിലെ 95% ടീച്ചേഴ്സ് മലയാളികളാണ്. കാരണം ആ രാജ്യത്ത് പോയി കോളേജിൽ പഠിപ്പിക്കാൻ ക്വാളിഫിക്കേഷൻ വന്നായിട്ട് ഉള്ളൊരു ഇന്ത്യക്കാരൻ. അപ്പോൾ വിദേശത്ത് യൂറോപ്പിൽ അമേരിക്ക ഒരു ലെക്ചറർ ഇറങ്ങി $20,000 ഫീസ് ശമ്പളം പോയി. സൗത്ത് ആഫ്രിക്കയ്ക്ക് എഴുതിയിരിക്കുന്നതാകാൻ പക്ഷെ മലയാളികൾ $5,000 ചോദിക്കും. അവർ $1,000 ചെലവ് അമ്മമാർ 2 സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. കഞ്ഞിച്ച മതി അത് കഴിച്ചപ്പോൾ $1,000 ചെയ്യും. $4,000 വീട്ടിലേക്ക് $4,000 കേരളത്തിൽ ബാങ്കിൽ വരുമ്പോൾ 3,14,000 ഒരു മാസം ക്രെഡിറ്റ് ആയിട്ട് മലയാളിക്ക് മാത്രമേ പോകും. അങ്ങനെ അഫ്രിക്കയിൽ സ്വപ്നശേഷി ഒക്കെ എല്ലാവരും പോകുന്നത് കേരളത്തിലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എടുത്ത് ലോകത്തിലെ ലോ കോളേജുകൾ ലെക്ചർമാരായിട്ടും പ്രൊഫസർമാരായിട്ടും ഫാമിലി പ്രിൻസിപ്പൾമാരായിട്ടും പഠിക്കാൻ കഴിവുകൾ കഴിവ് നമ്മൾ കേരളപ്പെടുത്തുന്നത് എല്ലാവരും കോളേജുകളിൽ ഗവൺമെന്റിനായിട്ട് പഠിച്ച പ്രോസസ് പ്രിൻസിപ്പിൾസ് ഒക്കെ ആണ്. ഇത് 4ാമത് നിങ്ങൾ രക്ഷപ്പെടാൻ. ഈ 5ാമതായി ബികോം എലിജിബിലിറ്റിക്കാർക്ക് മറ്റാർക്കുള്ള പരിപാടി ബികോം എലിജിബിലിറ്റിക്കാരാണ് എല്ലാ കമ്പനികൾ ലീഗൽ രജിസ്റ്റർ അപ്പോയിന്റ് ചെയ്യും. ബികോം എലിജിബിലിറ്റിക്കാരെ കിട്ടിയാൽ അവരെ അത് ബികോം എലിജിബിലിറ്റി ആ കമ്പനിയുടെ കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയെ ഗൈഡ് ചെയ്യാൻ കോമേഴ്സ് അറിയണം, അക്കൗണ്ടൻസി കോമേഴ്സ് അറിയണം. പിന്നെ അങ്ങനെ എലിജിബിലിറ്റിയുടെ ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ എലിജിബിലിറ്റിക്കാരെ കിട്ടുന്ന അപൂർവ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റാണ് ലോ അഡ്വക്കേറ്റ്. ഏത് പാർലമെന്റോ
സംസ്ഥാന അസംബ്ലിയിൽ ഒരു ആക്ട് പാസ്സാക്കിയാൽ എങ്ങനെ ഇതിന് ആ പഠിക്കാൻ പറ്റും, ഈ ആക്ട് എങ്ങനെ അട്ടിപ്പിടിക്കാൻ പറ്റും? ഈ പറഞ്ഞു കൊടുത്തു വക്കീലന്മാർക്ക് 1 million rupees സംഭവം 10 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് ഇന്ത്യ ഗവൺമെന്റിന് അറിയാം. അപ്പൊ നിങ്ങളുടെ പഠിക്കാൻ കഴിയുമോ? ഇച്ചിരി കുറുക്കു ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ജോലി എങ്ങനെ ആക്ട് പാസ്സാക്കിയാൽ ആ പഠിക്കാൻ പറ്റും? MLA ആലോചിച്ചിട്ടാണ് ഈ ആക്ട് ഉണ്ടാക്കുന്നത്. അതിനെ തുടങ്ങിയിട്ടുള്ള പണിയെടുക്കാൻ നോക്കാൻ ഭയങ്കര 10 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് ആണ്. അതിനെക്കുറിച്ച് കാക്കാരൻ പിള്ളേരൊക്കെ ഉൾപ്പെടെ 1 കോടി സംഭവം 1 കോടി. അപ്പൊ നിങ്ങളുടെ മുഖത്തിൽ നേരെ ചിന്തിക്കുന്നത് ഈ പണി കിട്ടിയാൽ ഇച്ചിരി പണം ചിന്തിക്കാൻ കഴിയണം, ലോ അറിഞ്ഞിരിക്കാൻ. അങ്ങനെയുള്ളവര് ബികോം മെന്റലിറ്റിക്കാരുടെ ബികോം മെന്റലിറ്റിക്കാരുടെ ഈ 10 ലക്ഷവും 1 കോടിയെ സഹായിക്കണം. അപ്പൊ ആ രീതിയിലാവാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം. അതാണ് നിങ്ങൾ 5-ാമതായിട്ട് ശ്രമിക്കേണ്ടത്. 6-ാം ശ്രമിക്കണമെന്ന് ഡിഗ്രി പാസ്സായ മത്സരിക്കാവുന്ന ഒരു പരീക്ഷ കേന്ദ്രത്തിൽ തന്നെ സെൻട്രൽ സർവീസസ് ഉണ്ട്, സബോർഡിനേറ്റ് സർവീസസ് ഉണ്ട്. സബോർഡിനേറ്റ് സർവീസസ് 2 ലക്ഷം പേരുള്ളതാണ് സബോർഡിനേറ്റ് സർവീസസ്. എൻ്റെ ഒരു കസിൻ്റെ മോളോട് അങ്ങനെ പെട്ടെന്ന് പരീക്ഷ ഞാൻ പറഞ്ഞ റെയിൽവേ സേവന മാസം പരീക്ഷ 24 ലക്ഷം പാസ്സായി 7 മാസം വരെ. ഞാനെന്നാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരാളെ കളക്ട് ചെയ്തു. ചെന്നപ്പോൾ 3 വീട് ഇറങ്ങിയെടുത്തു. 3-ാം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസം. നിങ്ങൾക്ക് റെയിൽവേ മാസത്തേക്കാണ് 2 കൊല്ലം നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ മാസമാകാം. സൗത്ത് ഓഫീസറായിട്ടുള്ള നിങ്ങൾക്ക് പഞ്ചായത്ത് പരീക്ഷ എഴുതാം, വലിയ ഓഫീസർ പരീക്ഷ എഴുതാം, സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ള അതിനകത്ത് ഇലക്ട്രിക്കൽ പാർട്ടി പോകുന്ന സ്ഥലം അവിടുത്തെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ആവാൻ എല്ലാവരും അവസാനം വിസയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ സെക്രട്ടറി പരീക്ഷ സർവീസ് ഇൻസ്പെക്ടർ പരീക്ഷ ഇത്തവണ 1 സർവീസ് ഇൻസ്പെക്ടർ പരീക്ഷ പാസ്സാക്കി. റെയിലിൽ നിന്നപ്പോ 25 ഏഴില് വലിയ കിട്ടുന്നു. വക്കീലിൽ മനസ്സിലാവും. അപ്പോ പോലീസ് ഉദ്യോഗസ്ഥർ നിയമം പറയുകയും ഡബിൾ എഴുതി വെക്കണം. അതുകൊണ്ട് LP പാസ്സായി നല്ല ദീർഘമുള്ള കുറച്ച് സർവീസ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതണം, വലിയ പരീക്ഷ എഴുതണം, എക്സിക്യൂട്ടീവ് ഓഫീസർ പരീക്ഷ എഴുതണം, സബോർഡിനേറ്റ് സർവീസ് പരീക്ഷ എഴുതണം, സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എഴുതണം. ഇങ്ങനെ 146 പരീക്ഷ ഞാൻ അന്വേഷിച്ച് നിങ്ങൾ അന്നത്തെ നോക്കിയിട്ട് ഇത് ഏതാണ് 10 തീരുമാനിക്കും എന്നും അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസം സർക്കാർ ജോലി ചെയ്യാം. അങ്ങനെ മിനിമം ഗ്രാജുവേറ്റ് എടുക്കാൻ പറ്റുന്ന ജോലികൾ. ഇനിയാണോ നിങ്ങൾ ജോലി സസ്യായി ഞങ്ങളൊക്കെ ആപ്ലിക്കേഷൻ പബ്ലിക് സർവീസ് പരീക്ഷയ്ക്ക് ഫെഡറൽ എക്സാമിന് വെച്ചു. ഞങ്ങൾക്ക് ജോലി അപേക്ഷിച്ചു. നിങ്ങൾക്ക് പോകുന്നു വേണ്ട, നിങ്ങൾക്ക് നേരിട്ട് ജോലി സത്യാണ് പരിപാടിയാണ്. ഹോം സബ്ജക്ട് ജോബ് ഓൺലൈൻ ഞങ്ങൾ 16 ഞങ്ങൾക്ക് വേറെ പോയി നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടാക്കി അതിനകത്ത് പോസ്റ്റ് എന്നൊരു സാധനം കിട്ടാൻ 10 മിനിറ്റ് കഴിയുമ്പോൾ പോകും. ആദ്യം ചിലപ്പോൾ ഇറക്കി ആ വിശ്വാസം പിന്നെ പത്തിയുണ്ട്. ഇതൊക്കെ ചോദ്യം പറയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ, പ്രൊനൗൺസിയേഷൻ ഉണ്ടോ, ആർട്ടിക്കുലേഷൻ ഉണ്ടോ അറിയാമോ. 5-6 ചോദ്യം നമ്മളൊരു കമ്പ്യൂട്ടർ നമ്മളെ പൊട്ടിച്ചത് അവരുടെ ചോദ്യം ഇംഗ്ലീഷ് എഴുതാൻ അറിയാമോ, ഓമായി പൊട്ടിട്ടെടുക്കാൻ അറിയാമോ, സ്ക്രിപ്റ്റ് അറിയാമോ, റിട്ടൺ ലാംഗ്വേജ് അറിയാം. അതെന്റെ പേരിലൂടെ കാണുന്നത് വീഡിയോ കാണാം. വീഡിയോ നിങ്ങൾക്ക് കാണാം, അവർക്ക് നിങ്ങളെ കാണാം. ഇന്റർവ്യൂ ഒരു 5 ചോദ്യം കഴിയുമ്പോൾ തുടങ്ങിയ സെലക്ട് salary freelance office per month. The appointment of one clinical reaching to 2 weeks time. And that clinical design appointment of there for example. A minimum of
ടെലിഫോണിൽ കമ്പ്യൂട്ടറിൽ വീഡിയോകളിൽ ബ്ലോഗുകൾ ഈ പ്രാക്ടീസ് ചെയ്യും, അതെല്ലാം പഠിക്കുമ്പോഴേ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാം കഴിയുമ്പോൾ വളരെ എളുപ്പം ജോലി സമ്പാദിക്കാൻ വളരെ എളുപ്പം. അങ്ങനെ ജോലി സമ്പാദിക്കുക ഈ വീഡിയോ പാട്ട് ഞാൻ സൗകര്യമായിട്ട് നിങ്ങളുടെ വീഡിയോ പറഞ്ഞ് നിങ്ങളുടെ പട്ടി വിട്ടത് പട്ടി വരയ്ക്കാൻ അമ്മയുടെ ഇല്ലെങ്കിൽ ജോലി ചെയ്യുന്നു. അമ്മയുടെ സായിപ്പോ തരാമെന്ന് ജോലി ചെയ്തിട്ടില്ലാതെ അതുകൊണ്ട് വീഡിയോ പരിപാടി കാണുന്നില്ല. കുറേ വീഡിയോ വിശ്വസം പടം വെച്ചേ ഇൻഷുറൻസ് അവരെ പ്രത്യേകിക്കാൻ വേണ്ടി ഒരു ഈശ്വരനെ പുറകെ വെച്ചാൽ അപ്പൊ മലയാളക്കാരൻ കുട്ടിയാണ് മനസ്സിലാവും ജോലി. അപ്പൊ ഇങ്ങനെ ജോലി പറഞ്ഞത് സബ്ജക്ട് ഓൺലൈൻ ഞാൻ അയച്ചത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാസ്സായി നമ്മൾ ഓപ്ഷൻ നേടിച്ചിട്ടുണ്ട്. ലോകമേ നിങ്ങളിലേക്ക് പോകുന്നല്ലോ ജോലിയാണ്. നിങ്ങൾ സ്മാർട്ട് അതിനകത്ത് ആൾക്കാർ 3 ലക്ഷം ജോലി പോകുന്നു. 3 ലക്ഷം രാജ്യം സെലക്ട് ചെയ്യാൻ, ജോലി സെലക്ട് ചെയ്യാൻ, നമ്മുടെ സ്കിൽ സെലക്ട് ചെയ്യാൻ. ഈ രീതിയിൽ ഒരാൾ പരിപാടികൾ തയ്യാറാണ്. യൂണിയൻ സിവിൽ സർവീസ് ഒക്കെ ഇന്റർനാഷണൽ ജോബ് സംരക്ഷിക്കുന്നതെ ഞാൻ ഈ പറഞ്ഞ ആളാണ്. നിങ്ങൾ തയ്യാറാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞാൽ ഇതിലാണ് ഏത് ജോലി കിട്ടണം എന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. നിങ്ങളെ പോലെ 17 വയസ്സാകും പ്ലസ് 1 പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നീ എന്നെ പോലെ വളരെ IPS തിരിക്കണം. ഒന്നും എഴുതാം. 21 വയസ്സിൽ തന്നെ സെക്കൻഡറി പഠിക്കുമ്പോൾ കഴിഞ്ഞിട്ട് IPS ഇപ്പോൾ IAS 21 വയസ്സുള്ള നിങ്ങൾക്ക് പറഞ്ഞാണ്. നിങ്ങൾ 23 വയസ്സുള്ള IAS എടുത്തിരിക്കും, യൂണിയൻ സിവിൽ സർവീസ് 26 വയസ്സിൽ എടുത്തിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസറായിട്ട് 23-ാമത്തെ വയസ്സിൽ എത്തിയിരിക്കും. അതുകൊണ്ട് ഈ 6 തരത്തിൽ ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് തയ്യാറാവും. ഇന്റർനാഷണൽ ജോലി മാത്രം അപ്പനും വീട്ടിലെ മക്കളല്ലേ. എന്റെ വീട്ടിൽ 25 മക്കളാണ്. ഒറ്റയൊന്നും നാട്ടിലില്ല. എല്ലാം അമേരിക്ക ഓസ്ട്രേലിയ എല്ലാം പേടിക്കുക. എനിക്ക് വളരെ നാട്ടിലുണ്ട്. അപ്പോഴത്തിൽ എന്തെങ്കിലും അറിയിക്കണം. ലോകം കുട്ടികളെ ലേഖനങ്ങൾ കൊണ്ടുപോകുന്നവരെ. അപ്പൊ ഈ ആളുകൾക്ക് ഏത് പോണം നിങ്ങൾ അതിനെ തയ്യാറാക്കി അതനുസരിച്ച് തയ്യാറാക്കി. രണ്ടാമത് പഠിക്കുന്നതിന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു കുടുംബം മോഹമുള്ളത് പഠിക്കാൻ സാറ് പഠിച്ചില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. നിങ്ങൾ പഠിക്കാൻ എളുപ്പമുണ്ടോ? കളി മാറി നിങ്ങൾ ഇപ്പോഴാണ് പഠിക്കാനായിട്ട് തയ്യാറാക്കി. നിങ്ങളുടെ ക്ലാസ് സാറ് പഠിപ്പിച്ചു മനസ്സിലായില്ല. നിങ്ങൾ ഇതേപോലെ വീട്ടിലുള്ള കമ്പ്യൂട്ടറാണ് കൺട്രിയുടെ പാസ്പോർട്ട് ക്വാളിറ്റി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എല്ലാ വിഷയങ്ങളെപ്പറ്റി പഠിതമായിട്ട് ക്ലാസ് കൊടുക്കുന്നത്. ആ ക്ലാസ്സിലൊക്കെ എടുക്കണം. തിരുവനന്തപുരം മോട്ടോർ കേസ് ഇൻവെസ്റ്റിഗേഷൻ പട്ടികയെടുത്താൽ അത് സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മനുഷ്യൻ നമ്മുടെ ക്ലാസ് മണിക്കൂർ പച്ചവെള്ളം മനസ്സിലാവും. ഞാൻ മനസ്സിലായില്ലേ നിങ്ങൾ നമ്മുടെ ഹൈദരാബാദിലെ പ്രസിദ്ധമായ നെറ്റിനാഥുകാരൻ EMRC ഇലക്ട്രോണിക് ക്യാൻസർ സെന്റർ EMRC പേരിട്ട വിഷയം എവിടെ സെക്ഷൻ 120 എടുത്താൽ ആ ക്ലാസ് 1.5 മണിക്കൂർ ക്ലാസ് ഈസിയായിട്ട് മനസ്സിലാവും. ഇനി കേരള ഗവൺമെന്റിന്റെ ലിറ്ററേച്ചർ മലയാളം, ലിറ്ററേച്ചർ ഇംഗ്ലീഷ് അതിന്റെ നിങ്ങൾക്ക് ദോഷമുണ്ടോ ഉണ്ടെങ്കിൽ എന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ഇത് കേൾക്കാം. അപ്പൊ ഇങ്ങനെ ക്ലാസ് മനസ്സിലാവാത്തത് സാറിന് ക്ലാസ് സാറിൽ എടുക്കാൻ പറ്റാത്തത് സാറിന് ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിങ്ങൾ ക്ലാസ് ചെയ്തിട്ടില്ല. അങ്ങനെ സിലബസ് വിഷയങ്ങൾ നിങ്ങളെ നെറ്റിലെടുത്ത് കൊടുത്തിട്ട് ക്ലാസ് കേൾക്കണം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും.
പിന്നെ രണ്ടാമത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് വായിച്ചു. നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ കണ്ണ് വേണ്ട. ഞാനൊക്കെ 18-20 വായിച്ചു. അവസരം വഴി എൻ്റെ ഇടത്തെ കണ്ണോട് 100 നടന്നു, വലത്തെ കണ്ണോട് 70 നടന്നു. എൻ്റെ കണ്ണാടിയിൽ 20 മിനിറ്റ് നടക്കാൻ ഞാൻ കണ്ണോട് സ്ത്രീകളോട് സ്ത്രീ ഇവൻ കുറിച്ച് നോക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം നിർത്തിയില്ല. നിങ്ങൾ പുസ്തകം വായിക്കാൻ കണ്ണു വേണ്ട. നിങ്ങൾക്ക് ചെറിയ പുസ്തകം വായിക്കാൻ ഓഡിയോ കിട്ടുന്ന സാധനം കണ്ടത് അതിനകത്ത് കയറി മറ്റടുത്ത് വെക്കാം. സിവിലൈസേഷൻ ചാപ്റ്റർ 4 ഇന്ത്യൻ സിവിലൈസേഷൻ അടിച്ചു കൊടുത്താൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് PhD ഇത് നിങ്ങൾ വായിക്കാൻ സുഖം കേൾക്കാം, വാസം കേൾക്കാം. അമർന്നിരുന്ന ഞാൻ കൊല്ലത്തും വെളുത്തപ്പോഴും 4 പുസ്തകം എൻ്റെ കാർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും കാർഡ് മതി, കാർഡ് പുസ്തകം ഇങ്ങനെ കുറച്ച് വായിക്കാൻ പറ്റും, പുസ്തകം ഇങ്ങനെ വായിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പുസ്തകം കേൾക്കാം, ഒന്നാം പുസ്തകം കേൾക്കാം, 2 ഇംഗ്ലീഷ് ഭാഷയെ എങ്ങനെ പറയാം ഉച്ചരിക്കുന്നത് മനസ്സിലാവും. സാഹിത്യം ഇംഗ്ലീഷ് കൃത്യമായി ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ സാഹചര്യം കിടിന 9ാം ക്ലാസ്സിൽ BSc ബിരുദ ടീച്ചർ ആ ടീച്ചർ കിട്ടനാത്ത വാക്കിനെ മറ്റേ കിടനാത്ത് പഠിപ്പിച്ചത്. ഈ ടീച്ചറിനെ പഠിപ്പിച്ചില്ല. ഞാൻ DGP നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഓരോ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ കേൾക്കാം, ഓരോ നിങ്ങളുടെ ലോകത്തിൽ പഠിക്കുന്ന ഓരോ വിഷയം വീഡിയോ കണ്ടു കൊടുത്താൽ മതി. എവിടെ അടി കൊടുത്താൽ എവിടെ ആ പുസ്തകം പഠിച്ചിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ട്രൈബൽ ഫോർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടികൊണ്ട് കൊടുത്താൽ മതി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 46 മണിക്കൂറാണ് ക്ലാസ്. പുസ്തകം ഇന്ത്യൻ വായിക്കാൻ ഡിവിഷണൽ നോവൽസ് PK മേനോൻ 6000 വരെ കംപ്ലീറ്റ് കിടപ്പുണ്ട്. ഓരോ ഡിവിഷണൽ നോവൽസ് PK മേനോൻ കലം ചെന്നിച്ചാൽ പുസ്തകം ഇന്ത്യൻ വായിച്ചതിലേക്ക് ഈ പരിപാടി. അപ്പോ കണ്ടിന്യൂസ് ആയിട്ടില്ലാതെ നിങ്ങളുടെ ഹോസ്റ്റൽ മൊബൈലിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന സ്വന്തം കേൾക്കാം. വരെ ആൾക്കാർ ശല്യമുണ്ട്. ആർക്കും ശല്യമില്ല. ഒരിക്കലും കേൾക്കാം. ഓരോ സീരീസ് പിന്നെ ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിൽ ബുക്ക് വാക്കുന്നത്, പ്രത്യേകിച്ച് ബുക്ക് വാക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകം വേറെ മലയാളത്തിൽ സമ്മതിക്കുന്നു. ഗവൺമെന്റ് മാർക്കറ്റ് കൊടുത്താൽ ഗവൺമെന്റ് സമ്മതി 10 പേജ് വളരെ സമയം കണക്കെടുത്താതെ ഈ ഓരോ സാധനം അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ ഏത് പുസ്തകം കൊടുത്താൽ അതിന്റെ സമ്മതി 10 പേജുകൾ 3000 പേരാണ്. അത് കോപ്പി ഭാര്യ അയച്ചത് ഭാര്യ അവസാനിക്കും. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് സമ്മതിയാണ്. അപ്പൊ നിങ്ങൾക്ക് LLB പഠിക്കാൻ 400 പുസ്തകങ്ങൾ വിളിച്ചിട്ടാണ്. ബുക്ക്ലീസ് ഫോർ LLB സ്റ്റുഡൻസ് ഒറ്റ സമ്മതികൾ പുസ്തകം സമ്മതികൾ സുഖം പരിപാടി ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ള ലിംഗ്വിസ്റ്റിക് കാര്യങ്ങളിൽ സമ്മതിക്കാൻ പറയാൻ ഇനി കേട്ടാലെന്ന് എൻ്റെ വീഡിയോ കാണാം. നിങ്ങൾ വീഡിയോ കണ്ട് യൂട്യൂബ് കാണാൻ ഡോക്യുമെന്ററീസ് സംസാരിക്കണം. 66 ലക്ഷം ക്ലാസ്സാണ്. 66 ലക്ഷം മോട്ടോർ കേസ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങോട്ട് ആക്ഷൻ കൊടുത്താൽ പല കേസസ് അന്വേഷിക്കും. അതെങ്ങനെയാണ് കോടതിയിൽ പ്രോസിക്യൂട്ടർ ഉൾപ്പെടുന്നത്, കൊലക്കേസ് രക്ഷിക്കാൻ നോക്കില്ല, എങ്ങനെ ബാധിക്കണം എല്ലാ പുസ്തകത്തെയും സമ്മതി കിട്ടും. അത് പത്രത്തേക്കാണെങ്കിൽ ഈ ഡോക്യുമെന്ററി സിറ്റിയായിട്ട് കൊടുത്താൽ കംപ്ലീറ്റ് കിട്ടും. അടുത്തത് ബിബ്ലിയോഗ്രഫി റിസർച്ച്
നിങ്ങൾ പഠിക്കുന്ന വിഷയത്തെ പറ്റി നിങ്ങൾക്ക് വിപുലീകരിക്കാൻ. അപ്പോ ഏറ്റവും ഒരു ദിവസം എല്ലാവരും പഠിക്കാം. ഒരു ദിവസം എല്ലാവരും ഈ ലോ എല്ലാം പാടും. എന്തോ ആണയുടെ പരിപാടി 10 വയസ്സിന്റെ ഞാൻ വന്ന് മോളെ റേഡിയോ കൊച്ചിങ് റേഡിയോ കൊച്ചിങ് നമ്മുടെ ടാങ്ക് കുട്ടി കഥ കേൾക്കണം. ഞങ്ങൾ കൂടുതലൊന്നും കലക്കി ഞാൻ ഓപ്പൺ പ്ലേസിൽ കയറി ലോ ഓഫ് റോഡ്സ് 4 മണിക്കൂർ ക്ലാസ്. ലോ ഓഫ് റോഡ്സ് സിമ്പിൾ ഭയങ്കര അതിനകത്ത് കോമൺ ലോ. 5-ാമത്തെ എൻസൈക്ലോപീഡിയ റിസർച്ച്. നിങ്ങൾ പഠിക്കുന്ന വിഷയത്തെ എൻസൈക്ലോപീഡിയ റിസർച്ചിലേക്ക് അപ്പോ ആ വിഷയത്തിൽ ബ്രിട്ടാനിയയിലൂടെ അമേരിക്കയിലൂടെ പോളിസ് പിന്നെ ശാന്തി ജീവിപ്പിക്കാൻ കമ്പ്യൂട്ടർ സംബന്ധിച്ചു പട്ടക്കം ലേഖനങ്ങളുണ്ടല്ലോ. ഞങ്ങള് രാത്രി പകലിനുള്ള ലേഖനം വായിക്കും. രാത്രി ഒരു 10 കഴിത്തോളം രാത്രി 2 മണിയാകുമ്പോൾ ലേഖനം കഴിഞ്ഞിട്ട് രാവിലെ മാസിക കൊണ്ടുചേരും. ഇപ്പോഴത്തെ ചാറ്റിന് 5 മിനിറ്റ് ലേഖനം കഴിയും. ഇത്തവണ ക്ലാസ് വെച്ചാൽ ഞാൻ മക്കളെ ഇത്തവണ ഒരു 10 എസ്സേ ഇത്തവണ ഹോസ്പിറ്റലാണ്. 10ന്റെ പേരൊക്കെ ഞാൻ പിന്നെ ക്ലാസ് സാധാരണ 10ന്റെ ലേഖനം യൂമാനൊക്കെ ഉദ്യോഗം യൂമാൻ മൊബൈൽ എടുത്ത് ഓരോ ഞാൻ പറയുന്ന ഓരോ വിഷയം ഓരോ മൊബൈൽ എടുത്തു 10 മൊബൈൽ എടുക്കുന്നതാണ്. 20 കഴിയുമ്പോൾ 10 മൊബൈലാണ് ലേഖനം. ഞാൻ 5-ാം മാസം നിനക്കെപ്പറ്റി അതെല്ലാം തയ്യാറാക്കിയ സാധനം യൂമാൻ ആരാധന കഴിയും. മോണോ പ്രസംഗം റെഡിയായി. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ 5 കൊല്ലത്തെ LLBക്ക് കേരള യൂണിവേഴ്സിറ്റി ചോദിച്ച പ്രസംഗങ്ങൾ എടുത്തിട്ട് ചാറ്റ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ചോദ്യത്തിന് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്ന മോഡൽ ആൻസർ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഉത്തരം എഴുതാൻ പഠിക്കുന്ന സാധനം ആരും കാര്യം കഴിയും. എവിടെ സാഹിത്യത്തിന്റെ കൊടുക്കുക അടിച്ചു കൊടുക്കുക. ആ ചോദ്യം എങ്ങനെ മോഡൽ ഉത്തരം എഴുതുന്ന 10 പേര് സ്ത്രീകൾ അങ്ങനെ 5 മുഴുവൻ ക്വസ്റ്റ്യൻ കൊടുക്കുക. മുഴുവൻ ഒരു ദിവസം മുഴുവൻ 5 ക്വസ്റ്റ്യൻ മോഡൽ ആൻസർ എത്ര മാസത്തെ പ്രയത്നം പക്കം റെഡി. പിന്നെ ഞങ്ങൾക്ക് നോട്ടീസിൽ പഠിക്കുന്ന കാലത്ത് 2 മാസം നോട്ടീസിൽ പഠിച്ചു. ഇപ്പോഴത്തെ പറഞ്ഞത് സമ്മറി പോസിബിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡേവിഡ് കോപ്പർ സമ്മറി ഡേവിഡ് കോപ്പറിന് ചോദിക്കാൻ സാധ്യത 10-20 അപ്പോഴും പരിപാടി അരമണിക്കൂർ ഡേവിഡ് കോപ്പറിൽ നിന്നു ഞങ്ങളൊക്കെ 2 മാസം അപ്പൊ നിങ്ങൾ പരീക്ഷ എല്ലാം കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ പാർലമെന്റ് യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ ക്വസ്റ്റ്യൻ കൊടുക്കുക അടിച്ചുകൊടുക്കുക ചാറ്റ് കെട്ടുക. അപ്പോഴത്തെ പരിപാടി എങ്ങനെ ആ ഓരോ മോഡൽ ആൻസർ ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധനം സാധനം ഗോവിന്ദ ചാണി എന്നെ ചാനൽ ചർച്ചയ്ക്ക് വെച്ചു. അപ്പൊ എനിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട 5ാമത് ജയിലിലാണ് ഇന്ത്യയിലെ 10-22 ജയിലിലാണ് അറിയാം. ഞാൻ ഇതിന് പേപ്പർ കൊടുത്തിരിക്കും. അപ്പൊ എന്റെ സണ്ണിലോ എന്തൊന്നും ഞാൻ എന്നുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നു. എന്താണ് ജയിച്ചാണ് അടുത്ത ഒരു കാര്യം കമ്പ്യൂട്ടറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രധാനപ്പെട്ട ജയിലാണ് ഓരോ രാജ്യത്തൊക്കെ 25 ചാടി ചാട്ടം എന്റപ്പോ എന്തുകൊണ്ട് നമ്മുടെ എത്ര മാസം ചെയ്താലും ഇന്ത്യയിലെ ലോകത്ത് 200 രാജ്യങ്ങൾ ചാടി കടൽ മിസ് നമുക്ക് എത്ര മണിക്കൂർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 5 സെക്കൻഡ് കൊണ്ട്
പന്തിയോടെ ജയിച്ച ലോകത്തിൽ 200 രാജ്യം വെച്ചാണ് പന്തിയിലെ ജയിച്ച 3 അറിയുന്നത്. ഇവിടെയാണ് കളി. അപ്പോ നിങ്ങൾ നിങ്ങളുടെ കാര്യം അലഹബാദ് ലോ ഹൗസ് ആഫ്രിക്കൻ നിങ്ങൾ പഠിക്കുന്ന ഓരോ സർവീസ് സാധനങ്ങൾ അലഹബാദ് ലോ ഹൗസിന്റെ ആഫ്രിക്കൻ കണക്ട് അലഹബാദ് ലോ ഹൗസ് ആ ഒരു ഇന്ത്യയിലെ ഏതെല്ലാം കേസുണ്ടായി, ആരാണ് കേസ് വാദിച്ചത്, ജഡ്ജി എന്താണ് ജഡ്ജി ഇറക്കിയത്, കംപ്ലീറ്റ് കൊണ്ടുപോകണം. പേര് 3 ആഴ്ച കൊണ്ടുപോയത്. ഇത് ഒരു മക്കളെ ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ല. നിങ്ങളുടെ സാധാരണ പഠിക്കുന്ന ഇങ്ങനെയൊക്കെ പഠിക്കാമെന്നാണ് ഒരു സ്വപ്നം കണ്ടിട്ടില്ല. നിങ്ങൾക്കുണ്ടല്ലോ ഈശ്വരൻ തന്നിരിക്കുന്ന ഈ സാധനം. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് പഠിക്കുന്ന സിലബസ് എടുത്തിട്ട് ആൻസർ പറഞ്ഞിട്ട് പഠിക്കണം. തലേന്ന് പഠിച്ചിട്ട് സാധാരണ ക്ലാസ്സിൽ നോക്കുന്നൊന്നും ഉണ്ടാക്കാതെ അതെല്ലാം പറയുന്നത് പരീക്ഷയ്ക്ക് മാർക്കുകൾ ക്ലാസിക്കൽ ഷൈനിയാണ് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഈ ഇലക്ട്രോണിക് മെത്തേഡ്സ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോഴല്ല അടുത്ത പരീക്ഷയ്ക്ക് എല്ലാ റാങ്കും ഈ കോളേജിലേക്ക് എല്ലാവരും കോളേജിലേക്ക്. അപ്പൊ നിങ്ങൾ ഈ പരിപാടി ഉപയോഗിച്ച് പഠിക്കണം. ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ കാണുന്നത് സാധനം. നമുക്ക് ഓരോരുത്തർക്കും ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്റെ ലഹരി വായനയാണ്, ലഹരി പാടുകയാണ്, യാതൊരു കിട്ടുന്ന ലഹരി ഡാൻസ് ചെയ്യാൻ, എന്റെ വാസമുള്ള ലഹരി പുസ്തകം എഴുതുകയാണ്, രാജാവുള്ള ലഹരി ചിത്രം വരയ്ക്കുകയാണ്. ഓരോ ലഹരി. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു നല്ല ലഹരി കണ്ടെത്തോ. നിങ്ങൾ പാടില്ലാത്ത ഒരാളോ ലഹരി, ചീത്ത ലഹരി. ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ ലഹരിയിലേക്ക് പോയത് ഏറ്റവും ആദ്യത്തെ പുകവലിയാണ്. മുന്നിൽ പിടിക്കും. സിനിമയിലുള്ള സിനിമകളില്ല, ഒന്നും സിഗരറ്റല്ല, അതെല്ലാം സുഹൃത്തുക്കളാണ് ഈ പോറ്റ പറയുന്നത്. ഇതെല്ലാം പോറ്റയെ പറയുമ്പോൾ നിങ്ങളുടെ ലംസനാണ് പുക. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക്, നിങ്ങളുടെ തലച്ചോറും ക്ഷതം. ഇത് ഓടിയാണ് കോവിഡുകാരെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിന് തുറമുണ്ടല്ലോ, അടുക്കുകളെ ചിരിഞ്ഞി പോലെ കൈ അത് ആളുകൾ നനച്ചു. ഈ പുകവലി വേണ്ട, പഠിച്ചു തീരുന്നത് ഓടിക്കാൻ. രണ്ടാമത് മദ്യമാണ്. പഠിച്ചിട്ട് കണക്കില്ല. കുഞ്ഞിന്റെ കാലില്ലാത്ത കാലത്ത് കവിത കുഞ്ഞിന്റെ പാടാത്ത ഓരോ നായകനെ കുടിക്കുന്നു. ജീവിതത്തിലൊന്നുമല്ല പഠിച്ചത്, പാടാത്ത കുടിക്കുന്നതാണ് നായക ചെറുപ്പിൽ കാണിക്കുന്നത് ആ കട്ടയ്ക്കകത്ത്. ഇതുണ്ടല്ലോ കുടുംബം നശിപ്പിക്കുന്ന സാധനം. അതുകൊണ്ട് ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് മദ്യപാനത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഈശ്വര ഏറ്റവും വലിയ കാരണം ലാഭസ്വഭാവത്തിലേക്ക് അതങ്ങനത്തിലേക്ക് മദ്യാവസ്ഥ. ഈ കല്ലൂരികളോട് പോസ്റ്റ്മോർട്ടം തോന്നുന്നുണ്ട്. ഈ ലിവറല്ല, ഈ ഇഡലി നോക്കി പഠിച്ചപ്പോഴേക്ക് പരിപാടി തലച്ചോറ് നോർമൽ തലത്തിൽ 1000 രൂപ തലമുണ്ടല്ലോ, 8000 പേര് 60,000 ഒന്നും അറിയില്ല. 50 വയസ്സാണ് അതുകൊണ്ട് മദ്യപാനം പഠിക്കുന്നത്. ഈ കോളേജ് പഠിക്കുന്ന മദ്യപാനം വേണ്ട. 3 കഞ്ചാവ് ഇടുക്കിയെടുത്ത് കഞ്ചാവിന്റെ ഉത്പാദന മേഖല റോഡ് കഞ്ചാവ് നിങ്ങൾ റോഡ് പറഞ്ഞാൽ നല്ല വീട്ടിലോടാണ് കഞ്ചാവ് കൊണ്ട് വഴിയായി കഞ്ചാവ് ഇത് കഴിച്ചത് നിങ്ങൾ ജീവിതം മുഴുവൻ നശിക്കരുത്. വണ്ടി കഞ്ചാവ് ഇടപോയിരുന്നതിൽ പല സാധനങ്ങളാണ്. ഇപ്പൊ അതിന്റെ പേരായി മാറ്റി ഈ പേരുകൾ നാശിച്ചത് 4 കാലഘട്ടത്തിൽ കഴിച്ചാൽ ഞാൻ മറുപടി ലെക്ചറാണ് ഒരിക്കൽ ക്ലാസ്സിൽ സ്റ്റാഫിനോട് വരികയാണ്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ സാറേ തലയിൽ ആവാസത്തോട് സാറേ അപ്പോഴൊക്കെ അപ്പോഴൊക്കെ സാധനം മനസ്സിലായി നല്ല ആവാസം കഞ്ചാവിക്കാൻ. ഞാനൊരു 4 മാസം മെനക്കെട്ട് ആ കുട്ടിയെ കഞ്ചാവിൽ നോക്കുന്നു. വർഷങ്ങൾക്ക് തന്നെ ഐഡിയായി മീറ്റിംഗ് ഞാൻ സ്റ്റെപ്പിൽ സാധാരണ
ഒരു ഓഫീസറായിട്ട് തോന്നുന്നു എന്നെ മനസ്സിലായി സാറേ ഞാൻ വിളിച്ചപ്പെട്ടു പണ്ട മലയാളത്തിൽ സാറിന് ഞാനിപ്പോൾ സെക്രട്ടറി സാറേ സാറാണ് നന്ദി അദ്ദേഹത്തെ സാറാണ് ഇങ്ങനെ നിങ്ങൾക്ക് സമയം ചെലവാക്കുന്ന ആർക്കും സമയമില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് കഞ്ചാവുന്ന സാധനം നിങ്ങളുടെ ശരീരത്തിൽ തുടരുന്നത്. നാലാമത്തെ പരിപാടി സ്പീഡ്. സ്കൂളിലൊക്കെ നമുക്ക് ഇത്രയും കാലിൽ നടക്കാൻ പഠിച്ച എത്ര മാസം കൊണ്ടാണ് 1.5 വർഷം നടക്കാൻ വീഴാൻ നമ്മുടെ കാലിൽ പകുതി സ്കൂൾ അതേ കയറി 3 കിലോമീറ്റർ ഓടി വല്ല ബസ്സിന്റെ കടന്ന് കയറി ചാവൻ ചാവും. ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു സംതിങ് പീസ് അതേഴ്സ് പീസസ്. ചിലർ സമാധാനത്തിൽ ചിലർ കഷ്ടം എല്ലാവർക്കും മക്കളെ കഴിഞ്ഞ 1 വർഷം കേരളത്തിലെ കോളേജ് പഠിക്കുന്ന പിള്ളേർ ആക്സിഡന്റ് മരിച്ചത് 44 എണ്ണമാണ്. പഴയ കേരളത്തിൽ വെച്ചാൽ ആകെ ഉണ്ടായിരുന്നു. അവൻ ജീവിച്ചതിന്റെ നോട്ട്സമാണ് കിട്ടുന്ന മോഹം കൊടുക്കുന്ന പേരാണ്. അവൻ ഇവിടെ വെച്ചത് ട്രാൻസ്പോർട്ട് സ്റ്റഡി അതുകൊണ്ട് ഇവിടുത്തെ പഠനം ചെയ്യുന്നത് നിങ്ങൾ സ്കൂളിലേക്ക് പോയാൽ നിങ്ങൾ സ്പീഡിൽ ഓരോ കാര്യം തീർക്കാൻ കാര്യം പോയാൽ മനസ്സിലാക്കാൻ കൂട്ടുപോകും. അതുകൊണ്ട് തൊട്ടങ്ങോട്ട് മെയിൻ പോകാം. അവിടെ സ്പീഡ് എടുക്കണം. അഞ്ചാമത് പ്രയാണം. ഒരേ ദിവസം കഴിയുമ്പോൾ ദൈവത്തിനാണ് പെൺകുട്ടികളുടെ ശരീരം നല്ല അഴകുള്ളതാക്കുന്ന അവർക്ക് നല്ല അമ്മയാവാൻ സ്ത്രീയുടെ ശരീരത്തിൽ ചെയ്യുകയാണ്. കണ്ട നാക്ക് പ്രയാണം ആമ്പിളാരുടെ മുന്നേറ്റം സേഫി നല്ല ശരീരത്തിൽ ഓജസ്സും തേജസ്സും നല്ല മീശയും പരിപാടി പ്രയോഗിക്കാൻ തോന്നുന്നു. പക്ഷേ കുഞ്ഞുമക്കളെ നിങ്ങൾ പഠിക്കാൻ പഠിപ്പിക്കുന്ന ജീവിതം അവസാനത്തെ നിങ്ങൾ പഠിക്കണം. നാളെ ചെയ്താൽ 3 കൊണ്ടുള്ള നിങ്ങളെ കെട്ടാൻ പഠിക്കുകയും ഒരു പരിപാടി ഒരു ചെറുക്കൻ്റെ ജീവിതം ശ്രമിച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളെ കെട്ടാൻ പഠിക്കുവാൻ പോലെ. അതുകൊണ്ട് ഒരു പെൺകുട്ടികളോട് ആൺകുട്ടികളോട് നശിപ്പിക്കാനുള്ളതല്ല ലോകോളജിൽ പഠനം. പഠനത്തിൽ ചെലവഴിക്കുക. വലിയ നിലകളിലെത്തി 100 പേരെ നിങ്ങളെ വാഹനത്തെ ചോദിക്കുന്ന ഒരു കാലം സ്വന്തമാക്കി അവിടെ നിങ്ങളുടെ കഴിവ്. ആറാമത് ഈ മൊബൈൽ പോയത് മൊബൈൽ പഠിക്കണം. ഞാൻ പഠിക്കാൻ പരിപാടിയൊക്കെ മൊബൈൽ വെച്ചത്. പക്ഷേ മൊബൈൽ ഭയങ്കര അപകടമാണ്. ഞാൻ ജയിലിരിക്കെ അപ്പോ ജയിലിൽ കൊണ്ടുവന്നു സാറേ ഒരു റിപ്പോർട്ട് വരാറ് സാറിനെ അവളോ എന്നോട് നിങ്ങളെ അമേരിക്കൻ സ്വന്തമാരാക്കിയാണ്. നോൺ മോഡൽ 60 ഞാനിങ്ങനെ തലച്ചോറ് ഓർമ്മ പറയാം. ഞാൻ പോലീസ് വൈറ്റ് ഹൗസ് ലോകം അറിയാം. അമേരിക്കൻ മുസ്ലിംമാർ വൈറ്റ് ഹൗസിൽ താമസിക്കുന്നത്. വൈറ്റ് ഹൗസ് എനിക്ക് അവിടെ പോകുന്ന വെബ്സൈറ്റാണ്. അമേരിക്കൻ ഫ്രണ്ടും ബാക്ക്, നീഗ്രോ ഫ്രണ്ടും ബാക്ക്, ഫ്രണ്ടും ബാക്ക്, ചൈനത്തെ ഫ്രണ്ടും ബാക്ക്, ഓപ്പയിൽ നിന്ന് ഞാൻ കാരണം വൈറ്റ് ഹൗസ് ഡോട്ട് അമേരിക്കൻ പ്രസിഡൻസ് ഡോട്ട് ഓർഗനൈസിലേക്ക് പോകും. ഞാൻ ഈ ഓഫീസിൽ പോയി ഈ ഒന്നുണ്ടായ സൈറ്റ് പ്ലാൻ ചെയ്തു. കേരളത്തിൽ ഇന്ത്യയിൽ പ്ലാൻ രാത്രി ക്ലോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ അറിയാതെ ഫോട്ടോഗ്രാഫിപ്പെട്ടു അറിയാതെ പിന്നുള്ളത് നിങ്ങളുടെ സ്ഥലത്തേക്ക് നിങ്ങളുടെ പ്രായം. അതുകൊണ്ട് ഈ മൊബൈൽ പ്രായം ആവശ്യമൊന്നും പോയില്ല. അതായത് വിളിക്കാൻ പോയില്ല, പഠിക്കാൻ പോയില്ല. അല്ലാതെ കുറേ സമയങ്ങള് ഇതിന് അവസാനം ബ്രെയിൻ ക്യാൻസർ വന്ന് ചെസ്റ്റ് കിടക്കാൻ വിളിച്ചോണ്ടിരുന്നാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് വല്ലാത്ത കഷ്ടപ്പാട്. ഈ പഠിക്കുന്ന 5 വർഷം നിങ്ങളൊരു കാരണവശാലും
ചീത്ത ലഹരിയിലേക്ക് പോകും. പുകവലി, മദ്യപാനം, കഞ്ചാവ്, പ്രേമം, സ്കൂട്ടറുകളുടെ മൊബൈൽ പരിപാടി പോകും. ഇത് 6 ലഹരി മാറ്റുന്നു. നല്ല ലഹരി വായിക്കാൻ, പഠിക്കുക, അല്ലെങ്കിൽ ജോലി ലഭിക്കാൻ അതിനൊരു സൗന്ദര്യമില്ല. അപ്പൊ ഈ 5 വർഷം പഠനത്തിന് വേണ്ടി മാത്രം ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. പഠിക്കുന്ന പ്രൊഫഷൻ, നിങ്ങൾ പഠിക്കുന്ന പ്രൊഫഷൻ അഡ്വക്കേറ്റ് പ്രൊഫഷനാണ്. വാദം ഒരാൾക്ക് വേണ്ടി ബാധിക്കാൻ ചരിത്രത്തിലെ വിദ്യുണ്ട് ഭഗവാൻ കൃഷ്ണൻ. മഹാഭാരതി തൊഴിലാണ് ഭഗവാൻ കൃഷ്ണനാണ് വക്കീലായിട്ട് പോകുന്നത്. വസ്ത്രമുള്ളത് പോയി ചെന്ന് കേസൊക്കെ വാദിക്കാം. പക്ഷേ ദുര്യോധനൻ കടൻ ഉത്തരവ് ചകരി പറഞ്ഞു, ഇവനെ അങ്ങനെ അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഭഗവാൻ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഭഗവാൻ നാലാം വിശ്വവും കാണിക്കുന്നത്, 2ാം വിശ്വവും കാണിക്കുന്നത്. ആദ്യം കൊച്ചുകുഞ്ഞിനൊപ്പം യശോദാമ്മയാണ് ആദ്യം വാപ്പിച്ച വിശ്വവും കാണിച്ചത്. പിന്നെ ദുര്യോധനൻ, പിന്നെ ഭഗവത്ഗീതയിൽ വന്ന അർജുനന്റെ വിശ്വവും കാണിച്ചു. ഏറ്റവും അവസാനം ഭീഷ്മ പരമശേഖര വിശ്വവും കാണിച്ചു. അപ്പൊ ഈ വിശ്വവും കാണിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്ക് എന്താണ് ജോലി ചെയ്യുന്നത്? വക്കീലായിട്ട് കേസ് വായിക്കാട്ടോ. ആ വാദം കൃത്യമായിട്ട് മനസ്സിലാക്കി. രാമായണം പറയാണ്, എന്താ മോനെ രാജാവ് ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്നു. അപ്പൊ ദശരഥൻ ഒരവകാശവും അയോധ്യ എന്ന് പറയുന്നത് കോസലായ രാജാവ് ഒരു മോളുണ്ടായിരുന്നു. ആ മോളെ കെട്ടി ദത്ത് വന്നതാണ് ഈ ദശരഥൻ. ദശരഥൻ സൂര്യവംശം ഭരിക്കുന്നവരാണ്. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, സ്ഥലത്താണ്. അങ്ങനെ കൂടി കാര്യമില്ല. ഭാര്യയെ വേണ്ടി വന്നാണ് ഇപ്പോഴത്തെ ഈ അച്ചീവ് താമസാക്കിച്ചത്. കഴിക്കാൻ പാടില്ല. ഡൽഹിയിലാണ് 14 വർഷം കൊണ്ടുവന്നത്. കാരണം അന്ന് നിയമപ്രകാരം 12 വർഷം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അതിൽ നിന്ന് ഒരു കാരണവശാലും ഭരണത്തിൽ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന് മക്കൾക്ക് അവകാശം. അതാണ് കഴിഞ്ഞ 14 വർഷം പറയുന്നത്. ഇപ്പോഴത്തെ ജീവചരിത്രത്തിൽ 14 വർഷം ജീവരുടെ എങ്ങനെ പറയുന്നത് പലരും സംബന്ധിച്ചാൽ ഇല്ല. ശ്രീരാമനെ മാതൃ ശ്വാസം വെച്ചിട്ട് ഭരണത്തിന് അതുകൊണ്ട് കൂട്ടി ശ്രീരാമ വികാരം പോയിട്ടില്ല. അതുകൊണ്ട് ശ്രീരാമനെ തിരിച്ചറിഞ്ഞ ആണ് 14 വർഷം ആദ്യം കൈകളുടെ ഭാവം 14 വർഷം കൃത്യമാണ്. ഇത് തിരിച്ചില്ല. ഭാര്യ മാത്രമേ ജനകരാജാവിനെ അവിടെ ശ്രീരാമൻ ദത്തുവിനെ ജനകരാജാവ് ജനങ്ങളുടെ ആത്മീയതല്ലോ ശ്രീരാമൻ അതെന്താണ് പറയട്ടെ. ആമ്പിളാരുടെ അവകാശമാണെങ്കിൽ കുഞ്ഞുമക്കളുടെ അലക്ഷ്യ രാമായണം നിയമത്തിൽ മനസ്സിലാക്കി വളരെ ഇത് സ്വയം കേസുമായി അമിക്കസ്കൂലിലെ കേസുമാണ്. വളരെ കേസുമാണ്. പഞ്ചാലി ദുര്യോധന ഭാഷ പഞ്ചാലി സ്വന്തം കേസ് വായിക്കണം. പഞ്ചാലി 3 ചോദ്യം ചോദ്യം സ്വന്തമായ ദുര്യോധനൻ ആദ്യം സ്വയം അടിയപ്പെട്ട് കഴിയുന്നു. ആ അടിയപ്പെട്ട ആളിനെ സ്വതന്ത്രയായി ഈ സ്വതന്ത്രയിൽ ഞാൻ ഇത് നോക്കില്ല. ഒത്തിരി വന്നു അദ്ദേഹം മാത്രമാണ് നമ്മുടെ ഭീഷണി തോന്നുന്നു. രണ്ടാമത് പഞ്ചായത്ത് 8ാമത്തെ ചോദ്യം വസ്തുക്കൾ പണയം കാണാം. രാജ്യം പണയം വെച്ചു, സൈന്യത്തെ പണയം വെച്ചു, രഥം പണയം വെച്ചു, സ്വയം പണയം വെച്ചു. പക്ഷേ ഞാൻ പാനയോട് പണയപ്പെടുത്താൻ അവകാശമില്ല. മൂന്നാമത് പഞ്ചായത്ത് 10 ഭാര്യകളിൽ പണയപ്പെടാൻ അവകാശമുണ്ടോ? അങ്ങനെ നിയമമുണ്ടോ? അപ്പോ പ്രസിദ്ധമായ പോലെയാണ്
അധികാരമാർന്നകയിലോ അവർ പറയുന്നതാണ് നിയമം. ചോദ്യങ്ങളെ കടന്നു 3 തവണ കഴിഞ്ഞപ്പോൾ പലരും മനസ്സിലായി കോടതിയെ രക്ഷയില്ല. അപ്പൊ മഹാഭാരതത്തിൽ പാണ്ഡവരുടെ വാദം ഒരെങ്കിലും പ്രശ്നമില്ല. പക്ഷെ പണ്ഡരെ വാദിക്കുന്ന വാദമാണ് സുന്ദരങ്ങളെ വാദം. അവൻ നമ്മൾ സ്വയം വാദിക്കാം, കട്ടിയെടുത്ത് വാദിക്കാം. ഇവിടെ കൃത്യമായി കേസ് പഠിച്ച് ആ കേസ് വാദിക്കണം. എപ്പോഴും നിയമം രക്ഷിക്കുന്നു അല്ല. നിയമത്തെക്കാളുപരി ഒരു വക്കീലിന് പ്രധാന ഗുണമെന്നാണ് കോമൺ സെൻസ്. സത്യക്രമമാണ് കോമൺ സെൻസ് വേണം. കോമൺ സെൻസ് രണ്ട് സ്ത്രീകൾ ഈ കുട്ടി എന്റേതാണ് എന്റെ ചിലവണ്ടി ഹ്യൂമൻ സൈക്കോളജി ഉപയോഗിച്ചു. നമ്മുടെ രണ്ടു കൊടുത്തേക്കാണ് വേദാന്തം അയ്യോ എന്റെ ഇതിനെ കുറിക്കാൻ നാസ്തി കൊടുക്കണം, ഇതിനെ കൊല്ലല്ല മറ്റൊന്നിനെ സംബന്ധിച്ചിട്ടുള്ള. അപ്പൊ ചിലവർക്ക് മനസ്സിലായി മാതൃത്വത്തെ സംസാരിക്കണം, കുഞ്ഞിന് കുഴപ്പമുണ്ടായി. ചിലവൻ വന്ന കുഞ്ഞിനെ കൊടുത്തേക്കാൻ ക്ഷേത്രമാക്കി ചിലവർ മനസ്സിലാക്കണം. 2 പൂക്കൾ കാണിച്ചു. ഏതൊന്നും കൊടുത്തിട്ട് ഒന്നും കൊടുത്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കണം? ചിലവർക്ക് ധൈര്യത്തെ തോന്നണം. ധരിച്ചപ്പോ ശരിയായ രൂപമുണ്ട്, ധരിച്ചു പോയി. അപ്പോൾ വ്യക്തിയായിട്ട് ചിലവന് 2 സ്ഥലത്തും കൃത്യമായ നിയമം നടപ്പാക്കാൻ കഴിയും. നമ്മൾ ധാരാളം സുപ്രീം കോടതി എത്തി. അതേപോലെ ആത്മഹത്യ ഇത്തരം പേര് ചിലവ് കൊണ്ട് ധൈര്യിച്ച അദ്ദേഹം വ്യക്തിയായിട്ട് മനസ്സിലാണ്. പലപ്പോഴും നിയമം മാത്രമല്ല അതിനപ്പുറത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ന്യായ സൈക്കോളജി. കോടതി ഈ കേസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ പഠിച്ച നിയമത്തെ പോലെ തന്നെ വളരെ പ്രധാനമാണ് സൈക്കോളജി. വളരെ പ്രധാനമാണ് സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം. അത് അറിവൊന്നും നേടാം, സൈക്കോളജി ഒന്നും നേടാം. ഇനി ചാണക്യ തത്വശാസ്ത്രത്തിൽ ഒരു കോടതിയെ കേസ് ഒരു ക്ഷത്രിയരെ 3 സ്ത്രീകളെ കല്യാണം. ഒരു ക്ഷത്രിയന്മാര്, ഒരു വൈശ്യഭാര്യ, ഒരു ശൂദ്രഭാര്യ. അന്ന് നിയമപ്രകാരം ക്ഷത്രിയന്മാരെ ഉണ്ടായാൽ പകുതി സ്വത്ത്, ക്ഷത്രിയ വൈശ്യസ്ത്രീ കുട്ടിയുണ്ടായാൽ 3 സ്വത്ത്, ക്ഷത്രിയ ശൂദ്രസ്ത്രീ കുട്ടിയുണ്ടായാൽ 9 സ്വത്ത്. ക്ഷത്രിയ ചിലപ്പോൾ 17 ആന. ക്ഷത്രിയ സ്ത്രീ കുട്ടി പറഞ്ഞു എനിക്ക് പകുതിക്ക് അവകാശം. 17 ആനയുടെ പകുതി എത്ര ആന എനിക്ക് നടന്നു. എത്ര ആനയുടെ ഒരു വൈശ്വസ്ത്രീ പറഞ്ഞു എനിക്ക് 3 ആന കിട്ടും. 17 ആന 5 ആന കിട്ടും. ആന 5 കിട്ടും. ഒരു കേരളത്തിലെ ആനകളെ വന്നിട്ടില്ല. കാര്യം ആനകളെ മാംസം ധൈര്യം ആനകളെ ആന സുഖത്തിലുള്ള ആനകൾ വന്നിട്ടില്ല. ഇതും അതൊരു ആന കേസ് എത്തി പറഞ്ഞു നിങ്ങളുടെ കേസ് തീർക്കാൻ ഒരു മാർഗം എന്റെ ആനകൾ നിർത്തിയാൽ വരാം. 17 ആനകളുടെ ജഡ്ജി അദ്ദേഹത്തിന് ആന ക്ഷത്രിയ പറഞ്ഞു ഇതിന്റെ പകുതി അല്ലേക്കുണ്ട് 9 ആന തുടങ്ങും. വൈശ്വസ്വതന്ത്രം എനിക്ക് 3 അല്ലേ കാരണം 6 കൊടുക്കണം. സുദർശിതമാണ് എനിക്ക് 9 12 9 2 ആന കൊടുക്കണം. അപ്പൊ 9 6 15 16 എത്തി പറഞ്ഞു എന്താണ് പാട്ട് ഞാൻ എന്റെ പുറത്ത് കിട്ടിപ്പോകും. 1 + 1 + 3 + 1/9 = 73 ഇവിടെ നിയമം പഠിച്ചാൽ നിയമം പാട്ടപ്പെട്ടിയാൽ ആ ജഡ്ജ് മാനോട്ടിക്സാണ്. ചിലപ്പോൾ സൈക്കോളജി ഉപയോഗിക്കും, ചിലപ്പോൾ നാഷണൽ സ്വാഭാവികം ഉപയോഗിക്കും, ചിലപ്പോൾ നിങ്ങളുടെ മാത്തമാറ്റിക് ജീനിയസാണ് വിജയിക്കാൻ. ഏറ്റവും ഓഫീസേഴ്സ് ലോക്കൽ ഓഫീസേഴ്സ് ഡിക്ലർ IPS കൊടുക്കണമെങ്കിൽ 2 പേർക്ക് അവകാശം ഇല്ലാന്ന് കേസ് ഭയങ്കരമാണ്. അപ്പോ ഡയറക്ടർ ഓഫീസർ ഞാൻ
പറഞ്ഞു സാർ they are declared equal, that means they are not equal. അവർ ഈക്വൽ ആയാലും declared equal ചെയ്യാൻ ആവശ്യമുണ്ടോ? ഇല്ല. 9 മണിക്കൂർ അവർ ബാലറ്റ് ഓഫീസേഴ്സിന് അനുകൂലമായി കേസ് ലഭിച്ചു. ഇവിടെ നിയമമാണ് അല്ല. വക്കീലിന്റെ ഭാഷ ഞാൻ മനസ്സിലാക്കിയിട്ടു നിയമത്തിൽ വന്ന ഭാഷ കേസ് ചെയ്തു. ചിലപ്പോൾ സെക്കോളിൽ വെക്കണം, ചിലപ്പോൾ നാട്ടിൽ ചുറ്റി വെക്കണം, ചിലപ്പോൾ നാട്ടിൽ കാട്ടുവെട്ടി വെക്കണം, ചിലപ്പോൾ കേസ് വളർന്നു. അപ്പൊ വക്കീൽ അഭിനയിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ തെറ്റായ കാര്യങ്ങളുടെ കേസ് വാക്യമാണ് പരിപാടി ഇവിടെ വാദിച്ചതിനുള്ള സമം മാറ്റാറില്ല. ഞാൻ തെറ്റായ കാര്യത്തിൽ കേസ് വാദിച്ച് കുറ്റവാളികളെ സഹായിച്ച ഒരു വക്കീൽ മര്യാദ കപ്പലിൽ ഞാൻ പോരാടുകയാണ്. ആ പൈസ നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കേണ്ടതില്ല. വയസ്സുകാരുടെ ക്യാൻസർ ഒന്നും കണ്ടുപിടിക്കുന്ന ഓരോ വക്കീലിനെ പെടകണ്ടിട്ട് അവൻ മാത്രമുള്ള കേസ് അതുപോലെ കാശ് പോയി നിങ്ങളുടെ മനസ്സാക്ഷ്യപ്പെടുത്തി കേസ് വാദിക്കരുത്. നിങ്ങൾ സത്യസന്ധ കേസ് വാദിക്കണം. നീതി നടപ്പാക്കണം. നീതി നടപ്പാക്കണം. ഇവിടുത്തെ വലിയ ഒരു വക്കീൽ കേസ് വാദിക്കണം. ഒരു സ്ത്രീയെ ബലാത്സംഗം ടാക്ടിക്കാൻ കൊണ്ടുപോയിട്ട് ആ സ്ത്രീയെ ബലാത്സംഗം സാഹചര്യമൊന്നുമില്ല. നിങ്ങൾ പോലീസനുസരിച്ച് ഈ ബലാത്സംഗം നടത്താൻ കണക്കെടുത്തൊന്നും കിട്ടിയില്ല. 2 വക്കീലുകളും ശരിക്കും വാങ്ങും. അവസാനം ഈ സ്ത്രീ എതിർക്കാൻ കോടതിക്ക് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുറവ് കേസാണ്. ജഡ്ജി ചോദിച്ചു നിന്നെ ബലാത്സംഗം ചെയ്തു. ആ സ്ത്രീ ഒറ്റക്കാരൻ. ജഡ്ജി പറഞ്ഞു നിന്റെ കണ്ണിന് എനിക്ക് ജോലിയാണ്, അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കും. ബലാത്സംഗം കിട്ടി. വലിയതൊന്നും കിട്ടിയില്ല. പക്ഷെ ആ കൂട്ടിക്കൊള്ളുന്ന സ്ത്രീയുടെ കണ്ണീരാണ് ജഡ്ജിക്ക് മനസ്സിലായി കൂട്ടോന്നു. അത് ചിലപ്പോൾ കേസിന് സാഹചര്യത്തിലൂടെ മറ്റുള്ള കാര്യങ്ങൾ കോടതി സ്വാധീനിക്കും. അതിൽ നോക്കിയാൽ പറഞ്ഞായിരിക്കും വളരെ ഭംഗി കേസിലെല്ലാം പ്രതിനിധികൾ പോയത് പെട്ടെന്ന് ജസ്റ്റിസ് അവിടെ ജസ്റ്റിസ് പറയും പെട്ടെന്ന് വ്യത്യാസമില്ല. നീതി കൊണ്ടിട്ടില്ല. ജസ്റ്റിസ് ജസ്റ്റിസ് ചുമ്മാ പോയിട്ട് യാതൊരു കാര്യം സംഭവിക്കുന്നു. നീതി നിശ്ചയിക്കോ. ഇത് രണ്ടും രണ്ടും സത്യമായിട്ട് ബാധിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രൊഫഷൻ നീതി നടപ്പാക്കുന്ന പ്രൊഫഷനാണ്. നിങ്ങളുടെ വക്കീലിന്റെ കഴിവുകളെ ചിലപ്പോൾ അറിയുന്നില്ല. നിങ്ങൾ ജഡ്ജിയെ കൊണ്ടിട്ട് കാര്യമില്ല. ജഡ്ജിന്റെ കണ്ടുള്ള സംഭവങ്ങൾ ജഡ്ജിണ്ടാക്കാൻ വേണ്ടിയല്ലേ കോടതിയിൽ. അപ്പൊ അതിനനുകൂലമായി നിങ്ങൾ കേസ് വാദിച്ച് ആ കേസ് ജഡ്ജിലേക്ക്. അപ്പൊ നിങ്ങൾ ഈശ്വരന്റെ ഒരു ഭാഗമാണ്. ഈശ്വരനെ ഭൂമി ചെയ്യുന്ന നീതിയാണ്. ആ നീതി നടപ്പാക്കുന്നതിൽ നിങ്ങൾ ഈശ്വരന്മാരാണ്. അങ്ങനെ ഈശ്വരപ്പായ വലിയ അനുഗ്രഹത്തിന്റെ പരിപാടിയാണ്. വലിയ അനുഗ്രഹത്തിന്റെ. അതുകൊണ്ട് ഇനി പഠിക്കുന്ന പ്രൊഫഷൻ വെറും വക്കീലൊക്കെ പൈസ പറഞ്ഞ പോലെയല്ല. നീതി നടപ്പാക്കണം. ഈശ്വരനെ ഭൂമി നടപ്പാക്കണം. നീതി നടപ്പാക്കുന്നതിന് ഭാഗമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. പൈസ അവരെ വളരെ ഭംഗിയായി ഈ സിദ്ധാന്തത്തിൽ കേസ് വാദിച്ചാൽ അവർക്ക് നീതി നടപ്പാക്കണം. അവിടെയാണ് നിങ്ങളുടെ കഴിവുള്ളത്. ആ മാനവീയത്തിൽ നടപ്പാക്കാൻ വേണം നിങ്ങൾ നിയമം പഠിക്കാൻ. നിങ്ങൾ നിയമം പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ സാധനത്തിൽ പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ അതുവരെ ഹോസ്റ്റലിൽ പോയോ വീട്ടിൽ പോയോ കൂടുതൽ കുട്ടികളുമായിട്ട് സാധാരണ പഠിപ്പിച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ സംഭവം. ഇവിടെയാണ് അതിന്റെ വ്യത്യാസം. ആ നിയമങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കണം. അവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം നല്ലത്. നമ്മൾ കുറിച്ച് പറയണം പഠിക്കേണ്ടത് എങ്ങനെയാണ്. ആചാര്യ ആളമാണത്തെ പാളം സമയ ആദര സസ്യോ പാളം കാരണമില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ
ആചാര്യ പാവത്തെ ആചാര്യന്മാർ 4 നിന്ന് പഠിപ്പിക്കുന്നു. ഈ കോളേജിലെ പ്രൊഫസർമാർക്കും 25% പഠിപ്പിക്കാൻ പാവത് 25%. പാവശിക്ഷയുടെ 4 നിന്ന് സ്വയം പഠിക്കണം. എങ്ങനെ നേരത്തെ പറഞ്ഞത് കമ്പ്യൂട്ടറിൽ കയറി ഇംഗ്ലീഷ് തുറന്ന് സമ്മതിയെടുത്ത് യൂട്യൂബിൽ കയറി ഡോക്യുമെന്ററി സ്ഥാനത്ത് ക്ലാസ് എടുക്കും. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ചാറ്റ് വെച്ചിട്ട് ഇവരെ പഠിക്കണം. അവരുടെ പോയാലും സ്വയം പഠിക്കാൻ പറ്റില്ല. പാഠം സഹപ്രവർത്തകരുടെ സഹപ്രവർത്തകരെ പഠിക്കണം. ക്ലാസ്സുകൾ കേൾക്കും. നിങ്ങൾ ടീച്ചർ പറഞ്ഞ സംഭവം നിങ്ങൾ പറയുക. ആ ചർച്ചയിലുള്ള 4 കേസ് പിന്നെ അവിടെ നിന്ന് സംശയം തീരുന്നില്ല. നിങ്ങൾ ടീച്ചർക്ക് പോകാം. ടീച്ചർ പഠിക്കും. ഞങ്ങൾ നല്ല ആലോചിച്ചു പോകും. അത് ഇങ്ങനെയുള്ള അപ്പൊ ടീച്ചറെ പഠിപ്പിക്കാൻ പലരായി വന്നതായിരിക്കും. ക്ലാസ് പഠിപ്പിച്ച് നോക്കുന്നതായിരിക്കും. അവരോട് ഞാൻ പറയാറുള്ളത് ടീച്ചർ അക്കാര്യത്തിൽ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചർച്ച ചെയ്തില്ല. ഭക്ഷണം തീർക്കാനുള്ള കാര്യം ടീച്ചറോട് ചോദിച്ച് സംശയമാകുന്നുണ്ടായിരുന്നു. അവൻ കാലഘട്ടമാണില്ല. ബാക്കി 4 പഠിപ്പിക്കണ്ട. നിങ്ങളോട് 9 കൊല്ലത്തെ ജീവിക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്ന വലിയൊരു പാഠം, വലിയ പാഠം. അവിടെ അത് പഠിപ്പിക്കുന്നില്ല. ദിവസം കാലം മുഴുവൻ പഠിപ്പിക്കുന്നു. പയ്യന്നൂർ കേസിൽ ഒരു ടീച്ചറിന് ഒരു കുട്ടി കാണാൻ വന്നിട്ട് പോയി നേരം ടീച്ചറെ കഴിക്കുന്ന തോന്നിക്കുകയാണ്. ഈ കുട്ടിയാണ് കൊന്നത് കേസാക്കി. അവനെ അറസ്റ്റ് ചെയ്ത് കേസ് ചാവലായി കോടതിയിൽ. അപ്പോ മാസത്തിൽ ഒരിക്കൽ ജില്ലാ കളക്ടർ, ജില്ലാ SP, സെഷൻ ജഡ്ജി ഒരുമിച്ചിരിക്കും. ജഡ്ജിയുടെ വീട്ടിൽ പോയി ഈ ജഡ്ജിമാർ നോക്കാൻ ഭയങ്കര ഐശ്വര്യത്തിനാണ്. അപ്പോൾ പലപ്പോഴും സംസാരിക്കാൻ ഞങ്ങളോട് ജഡ്ജിയിലുള്ളത് SP 2 മിനിറ്റാണ് മുന്നോട്ട് വന്നത്. ഞാൻ ജഡ്ജിയുടെ പെട്രോൾ കയറി കാണാം. ജഡ്ജി പറഞ്ഞു 2 ആഴ്ച ഭയങ്കര മനപ്രാസം. അല്ല, പയ്യനുള്ള കേസില്ല. പയ്യനാണെന്നുള്ള എല്ലാ വാദവും പ്രോസിക്യൂഷൻ നല്ലതാണ്. പക്ഷെ മനസ്സിലാക്കി പറയുന്നില്ല. ആ മനുഷ്യൻ ഇഷ്ടമായ ഞാൻ എന്റെ മനസ്സിലാക്കി പറയുന്നില്ല. ജഡ്ജി ചോദിച്ചതെന്നായി ഇങ്ങനെ ജഡ്ജിയോട് സംസാരിക്കാൻ പാടില്ല. ഞാൻ സംസാരിച്ചിട്ടില്ല. ആ കേസിനെ സർക്കംസ്പെക്ട് ആവുകയും പക്ഷെ കേസ് ഈ കണ്ണിൽ കാണുന്നില്ല. ആ കുട്ടി ടീച്ചറെ കുറിച്ച് ഞാൻ വിശ്വസിച്ചിരിക്കാറ്. കേസിനെ കുറിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ വീടുകളിൽ കയറി പണം മോഷ്ടിക്കുന്ന ഒരാളെ ഞാൻ വിളിച്ചു. തിരിച്ചവനെ ചോദിച്ചു പോകാൻ വൈകുന്നേരം എനിക്ക് ടീച്ചറെ ഞാനാകുന്നത്. അവനെ കേസെടുത്ത് അവന് റോഡ് കേസ് കൊടുത്ത് സാധാരണ മോഷണം ചെയ്ത് ഇവിടെ ഈ സ്ത്രീ പണം കൊടുക്കാൻ ശ്രമിച്ചത് കാരണം കയറ്റിയിരിക്കുന്ന ഇതൊരു മുതലുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? നോർമൽ കേസ് സിസ്റ്റത്തിന് ശിക്ഷിച്ചിട്ടില്ല. ആ ഫൈൽ ശിക്ഷിച്ചില്ല. ലോകം മുഴുവൻ ടീച്ചറെ ശരി. ഇവിടെ സത്യസന്ധമായിട്ട് ജഡ്ജി എന്നോട് ചോദിക്കുന്നു. എന്റെ മനസ്സിലാക്കി ഞാൻ ജഡ്ജിയോട് പറയുന്നത് അല്ലാതെ കേസെങ്കിലും ശിക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അവിടെ ആ കുട്ടി നിരപരാധിയായ വ്യക്തി വിട്ടു ശരിയായ കുറ്റമാണ്. ലോകം മുഴുവൻ നിരപരാധിയാണ് മനസ്സിലായി. അപ്പൊ നിങ്ങൾ LLB പഠിക്കുമ്പോൾ വക്കീലായ ജഡ്ജിയായ മനസ്സാക്ഷി അനുസരിച്ച് മനസ്സാക്ഷി തെറ്റിയാവും. അവരോട് ചിലപ്പോ കേസ് വാദിച്ചു വരുമ്പോ നിയമപരമായി ചെയ്യാത്ത കാര്യം ഓർമ്മ കേസാണ്. ഷേക്സ്പിയറുടെ മൊത്തം വെനീസ് എന്ന പ്രസിദ്ധമായ നാടകം ഷെയർ 3000 രൂപ കൊടുത്തു അന്റോണിയോ. കപ്പൽ സമയത്ത് പൈസ കൊടുക്കാൻ പറ്റില്ല. പൈസ ഇറച്ചി തരാനാണെന്ന് പറഞ്ഞത് അത് കുറിച്ച് തന്നെ കേസ് വാദിച്ചു. കേസ് വാദിച്ചാല് അവസാനം ഒരു രക്ഷയില്ല. കാര്യം ഡിഗ്രിയുടെ പൈസ അല്ലെങ്കിൽ മാംസം കൊടുക്കാം. അപ്പം ഷെയർ കൊടുക്കാൻ നിയമപ്രകാരം കിട്ടുന്നു
ആ നിയമത്തിൽ ബാധകമാണ് വന്നേ പറ്റുള്ളൂ. അപ്പോഴാണ് ഒരു വനിതാപത്തിന്റെ വരവ്. ഓക്കെ, നിങ്ങളെല്ലാം വിളിച്ച വനിതാപത്തെ സംബന്ധിച്ചോ മനസ്സിലാക്കിയ കേസാണ്. ഓക്കെ എല്ലാം ഞാൻ സംബന്ധിച്ചു. പക്ഷേ മാംസം കൊടുക്കാനുള്ള കൊല്ലത്തുള്ളൂ ഒരു തുള്ളി രക്തം എടുക്കാൻ പറ്റില്ല. ജഡ്ജിസാക്കാൻ പിന്നെ മാംസം എടുക്കാൻ പറ്റിയ ഈ വാദം ശരിയാണ് അല്ല. മാംസം കൊടുക്കാമെന്ന് സംബന്ധിച്ചാൽ നാട്ടിൽ കൊള്ളോകയാണ് രക്തം തരുന്നുള്ളത്. അത് ഗ്രഹിക്കും മറ്റത് ഗ്രഹിക്കുന്നതാണ് അർത്ഥം. നമ്മൾ ഒരേ വാഴ്ച മാംസം മുൻചെടുക്കാൻ രക്തം കൊടുക്കാൻ പറ്റുന്ന എന്ന് പറയുന്ന പോഷകവാദം ഭീകരീകരണ മാംസം കൊടുക്കാമെന്ന് സംബന്ധിച്ചാൽ മാംസം കൊടുക്കുന്ന കൂടാനല്ലോ. പക്ഷേ പുരുഷനില്ലാത്ത ഒരു ബുദ്ധിയുള്ള സ്ത്രീയെ ആ ബുദ്ധിയാണ് പോഷക വനിതാ വക്കീലം ഈ പോഷക കേസ് രക്ഷപ്പെടാൻ നിയമപരമായ സാധ്യതയിൽ പോലും നിങ്ങൾക്ക് മുട്ടുനായ ആ മുട്ടുനായ പുരുഷജഡ്ജി ചോദിച്ചാൽ തെറ്റിയെന്ന് പറയുന്നത് വനിതയെ ബാധിക്കുന്നെങ്കിൽ ഒരു ജഡ്ജി ധൈര്യം ആ സ്ത്രീയെ അടച്ചാൽ ശ്രമിക്കുക. പോഷക ബാധിക്കുന്ന ആവശ്യം ഇവിടെ പിടിക്കപ്പെടുന്ന സ്ത്രീ വക്കീലന്മാരെ തയ്യാറാണ്. അതുപോലെ സ്ത്രീകൾ ജഡ്ജികളെ വരുമ്പോൾ വളരെ പ്രത്യേക മനുഷ്യത്വപരമായ കേസ് വാദിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു കേസ് ഒരുപാട് കേസ് എടുക്കല ഞാൻ മോളിങ്ങനെ ഒരുപാട് കേസ് എടുക്കുന്ന ആഗ്രഹം. അപ്പം മോളെന്ന് പറഞ്ഞു നിങ്ങളെ എന്നെ മനസ്സാക്കി പിടിക്കാത്തൊരു ശിക്ഷ അനുഭവിക്കുക. അപ്പൊ ഞാൻ ഒരുപാട് കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. എങ്കിലും നീതി നഷ്ടം പലപ്പോഴും അപകടകരമായിരിക്കും. പിന്നെ ഞാൻ ഇതിനായിട്ടായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനം കയറി കുറച്ചേരം പ്രാർത്ഥിച്ച് മനസ്സൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഞാൻ ഇതിനായി കയറുള്ളൂ. ഒരു കാര്യം വക്കീലമാർക്കും ജഡ്ജിമാർക്കും ഈശ്വര വിശ്വാസമാണ്. ഈശ്വരനെ സാക്ഷിയാക്കാതെ ഒരു കേസ് വാദിക്കരുത്, ഒരു ജഡ്ജും എഴുതരുത്. ഇത് നിങ്ങളുടെ ലീഗൽ സർവീസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വലിയ ഒരു കാര്യം. ഇനി ഇവിടെ BA എടുക്കാൻ ഞാൻ BA എടുക്കാൻ ഇംഗ്ലീഷ് പഠിക്കാൻ എടുത്ത പ്രയോജനം ഞാൻ ഇംഗ്ലീഷ് കേട്ടെടുത്ത മനസ്സിലാണ്. വായിക്കാൻ ഡിക്ഷണറി എടുക്കേണ്ടത് ഡിക്ഷണറി എടുത്തിട്ട് ഇയാളെ ജഡ്ജി എന്തേ പറയാമെന്ന് സജ്ജീകരിക്കുന്നു. നമ്മുടെ ശശിയുടെ MP പല പ്രസംഗവും കേട്ടാല് നമ്മൾ ഇടയ്ക്ക് ഡിക്ഷണറി നോക്കണം. ശശിയുടെ പറയുന്നത് അപ്പോ നിങ്ങൾ BA നിങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ഇംഗ്ലീഷ് സാഹിത്യ കഴിവുള്ള നിങ്ങൾ കേസ് വാദിക്കുമ്പോഴേക്കും നിങ്ങൾ ഭാഷയുള്ള കഴിവ് പോലെ സുന്ദരമായ ഇംഗ്ലീഷ് ജഡ്ജിയുടെ അതുകൊണ്ട് തന്നെ വായിക്കുന്നതിന് വളരെ രസകരം. പല ജഡ്ജിമെന്റ്സ് വായിക്കുമ്പോഴാണ് വാക്കുകളുടെ ഉപയോഗം പഠിക്കുന്നത്. അതുകൊണ്ട് BA കേസ് നടത്തുമ്പോഴോ നിങ്ങൾ എക്സർസൈസ് നോക്കുമ്പോഴോ നിങ്ങൾ ജഡ്ജിയെ കേൾക്കുമ്പോഴോ നിങ്ങൾ പഠിച്ച BA കഴിവുള്ള അതവിടെ കൃത്യമായി പ്രയോജനം. അത് കേട്ടിരിക്കുന്നവർക്കും ജഡ്ജിക്ക് വായിക്കുന്നവർക്കും വളരെ രസകരമായി പ്രകാശിക്കുന്നതാണ്. പിന്നെ കേസ് വാദിക്കുന്നു ഓരോരുത്തരും അവസാനിപ്പിക്കുന്നു. കേസ് വാദിക്കുന്നു വാദം കേൾക്കുന്നത് ജഡ്ജിമാർ നിങ്ങളുടെ ആളുകൾ ഇംപ്രസ് ചെയ്തിരിക്കണം. നിങ്ങൾ സെക്ഷനൊക്കെ വാദിക്കാൻ ലോ ബോക്സിന്റെ കയറിയിട്ട് ഇത് സംബന്ധിച്ചുള്ള ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജികളെല്ലാം എടുക്കുക. അതിനാണ് തന്നെ ഉദാഹരണമായിട്ട് ലിസ്റ്റ് ചെയ്ത് പ്രിഫറൻസ് ചെയ്ത് കൊടുക്കാൻ കേസ് വാദിക്കാൻ ഇന്ന കോടതി ഇന്ന ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എന്നെ പോലീസിൽ നിന്ന് കേസ് കിട്ടുന്ന ഞാൻ എപ്പോഴും പറഞ്ഞത്. പക്ഷെ ഹൈക്കോടതി ഇരിക്കുന്ന സമയത്ത് അടുത്ത കേസ് ഇന്ന വക്കീല വാദിക്കുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും. അയാളെ വാദം കേൾക്കാൻ. കാരണം ആ വാദത്തിന്റെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭാഷ കേൾക്കാൻ വളരെ രസകരമാണ്. അപ്പൊ എന്തോരാളോ പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ കൂടി നിങ്ങളുടെ വക്കീലായിരിക്കുമ്പോഴും ജഡ്ജിയായിരിക്കും ഉപയോഗിക്കണം. ഈ രീതിയിലുള്ള ഗൈഡൻസ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ലീഗൽ പ്രൊഫഷനിൽ പ്രവേശിക്കാൻ. 5 വർഷം പൂർണ്ണ ശ്രദ്ധയോടുകൂടി പഠിക്കാൻ.
ജഡ്ജിയാണ് ശരിക്കും പഠിക്കുക. UN സിവിൽ സർവീസ്, ലീഗൽ സർവീസ് പ്രത്യേക UN സിവിൽ സർവീസിൽ ഇന്ത്യൻ പഠിക്കുന്നവർക്ക് പേഴ്സണൽ ലിസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ സ്പെഷ്യൽ സെഷൻ നടത്താം. ഞാൻ തന്നെ വരാൻ ക്ലാസ് എടുക്കാൻ കുറെ പേര് IAS കയറി വരണം. അതൊരു വലിയ ക്രെഡിറ്റാണ്. പിന്നെ നിങ്ങൾ പഠിച്ചിറങ്ങിപ്പോയി വലിയ നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾ ഈ കോളേജിനെ മറന്നു പോകരുത്. സുന്ദരമായ ഈ സ്ഥലത്ത് സസ്യശാലമായ പ്രകൃതി, നല്ല ഓക്സിജൻ ശ്വസിച്ചോട്ടം ഇരുന്നാണ് നിങ്ങൾക്ക് പഠിക്കാൻ. അവിടെ വളരെ ശ്രദ്ധയോടെ നിങ്ങളൊരു വലിയ നിങ്ങളുടെ സാമാന്യ നിങ്ങൾ പഠിച്ച കോളേജിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ DP വരുമ്പോൾ പെട്ടെന്ന് അപ്പോൾ സെക്കൻഡ് സാറിന്റെ ഞാൻ മലയാളം പഠിച്ചെന്ന് കാണാൻ നോക്കി. ഞാൻ പഠിപ്പിച്ച കോളേജ് മനുഷ്യൻ മാറ്റാൻ ഞാൻ പഠിച്ച ക്ലാസ് പഠിപ്പിച്ച ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ചന്ദ്രനിൽ നമ്മുടെ പേടകാരി പിറ്റത്തെ കാറൊക്കെ ചെയ്ത് കൊല്ലം പറഞ്ഞു ഈ ഞാൻ IAS ചെയ്യുന്നില്ല. കോളേജിലെ സമാധാനമൊക്കെ നമ്മളെ വലിയ കസേരയിൽ നമ്മളെ സാധനം നിങ്ങൾ ചീഫ് സെക്രട്ടറി അന്ന് നിങ്ങളെ സാധനമാണോ നിങ്ങൾ വിദേശിച്ചോ ഈ കോളേജിലാണ് നിങ്ങളെ മുഴുവനായ ഈ കോളേജ് നിങ്ങളെ സാധനമാണ് നന്ദി രേഖപ്പെടുന്നു. കസേരയൊക്കെ ഇരുന്നാൽ ഈ കോളേജിലാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ടീച്ചേഴ്സും നന്ദി രേഖപ്പെടുന്നു. എങ്കിലും സക്തം ഇത് വളരെ കൃത്യമായി തുടങ്ങണം. ഒരു കാലത്ത് അവസാനിപ്പിക്കാൻ നിങ്ങൾ പഠിത്തം തുടങ്ങുമ്പോൾ വളരെ നന്ദിയോടുകൂടി ഓർത്തിരിക്കേണ്ട, നന്ദി പറയേണ്ട ചില ഘടകങ്ങൾ. അതിൽ ആദ്യത്തെ ഈശ്വരൻ ആരോഗ്യശേഖരത്തൊന്നും വൃത്തിയോട് തളർച്ചകളൊന്നും സ്നേഹമായ മഹാപരമായിട്ടൊന്നും ഇതെല്ലാം ഉൾക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ പഠിക്കാനായിട്ട് കരുതിയിരിക്കുന്നത്, കയ്യിൽ പഠിക്കാനായിട്ട് പറ്റിയിരിക്കുന്നത്. അതുപോലെ നിങ്ങളാക്കിയ അവശക്തമായ ഈശ്വരനോട് നന്ദിയോടുകൂടെ പാപ്പനോട് തുടങ്ങാൻ നിങ്ങൾ പരീക്ഷ പാസ്സാക്കുമോ പറ്റിയല്ല. അത് റിസർവേഷൻ നന്ദികൊണ്ടൊന്ന് തുടങ്ങണം. രണ്ടാമതായി നന്ദി പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോട്. നിങ്ങൾക്ക് ജന്മം വളർത്തി നിങ്ങളെ പഠിപ്പിച്ച് ഈ നിലയിലെത്തുന്ന നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ ഒരാളും കേരളത്തിൽ പോയതല്ല, അത് നിങ്ങളുടെ അമ്മയാണ്. ലോകത്ത് നിങ്ങളെ മുമ്പാക്കി അമ്മയ്ക്കൊക്കെ പങ്കുവച്ചാൽ പറയാമാറില്ല. നമുക്ക് ഈ രീതിയിൽ പോകാൻ ഒരുപാട് പ്രദർശനം സ്വത്വത്തിൽ നിർത്തിവയ്ക്കാൻ, ആക്സിഡന്റ് വയ്ക്കാൻ, ഓരോ ആളുകൾക്കെല്ലാം നിങ്ങൾക്ക് കുറെ ആത്മഹത്യയായി. ഭൂമിയിലേക്ക് വരാൻ 1000 മക്കളും നിങ്ങൾ അമ്മയുടെ പോകാം. അല്ലാതെ ഒരു പഠിക്കുകയും വരാൻ പറ്റിയായി. നിങ്ങളെ വളർത്തി എത്തിച്ചിരിക്കുക. മഹാനായ വേറെ പൈസ പറയാൻ ശിക്ഷ ചോദിച്ചു. ഭൂമിയുടെ സ്വന്തം അമ്മയുടെ കാൽപ്പാടം പഠിച്ച പ്രവാചകനെ ഒന്നും ചോദിച്ചു. പ്രവാചകൻ ഭൂമിയുടെ സ്വന്തമുണ്ടോ? പഠിച്ച പ്രവാചകൻ പറഞ്ഞു അമ്മയുടെ കാൽപ്പാടം നീരാണ് ഭൂമിയുടെ സ്വന്തം. 4000 പ്രവാചകൻ ജീവിച്ചത് 3000 വർഷങ്ങൾക്ക് വ്യത്യാസം ജീവിച്ചത് മഹാനായ 2 പേരുടെ ഭൂമി സ്വന്തമെങ്കിൽ അമ്മയുടെ കാലഭാഗം. അവിടെ ഇത് മറ്റു നോക്കുമ്പോ ഇന്ന് തന്നെ അമ്മയുടെ കാലഘട്ടത്തിൽ ഒന്നിച്ച് തുടങ്ങാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പഠനം വിജയപ്രദമായി. 3 നിങ്ങളുടെ സാധനം 1ാം ക്ലാസ് നിങ്ങളുടെ സാധനം അതിലേതൊരു സാധനം നിങ്ങൾ പോകുന്നു പ്രശ്നം ഉണ്ടാക്കും. ഏതോ ഇംഗ്ലീഷ് പഠിക്കാൻ ഏതോ വളരണമാണ് നിങ്ങളെ സാധനമാണല്ലോ. ആ സാധനം മന്ദിരം പഠിത്തം തുടരാൻ നിങ്ങൾ വലിയ സാധനമാണെന്ന് പോകും.
ഞാൻ DPIയുടെ 10ാം മീറ്റിംഗിൽ പങ്കെടുക്കാൻ പെട്ടെന്ന് ഞാൻ എന്നെ വിളിച്ച സാറാ റോഡ് സൈഡിൽ നടന്നു ഞാൻ വന്നിട്ടില്ല. ഞാൻ വന്നത് ഓടിച്ച സാറിന്റെ കാലം സാറിനോട് ഞാൻ മാറ്റി ഞാൻ സാറെ സാറിന്റെ വീട്ടിൽ അതുകൊണ്ട് ഞാൻ തിരിച്ചത് കാര്യം ആരെ സാഹചര്യം നമ്മളെ സാറാണ് ഞങ്ങൾ പറഞ്ഞ ഇന്നലെ സ്ഥാപനം നാലാമത്തെ കോളേജ് സ്ഥാപിച്ച അവർക്ക് ഈ കോളേജ് സ്ഥാനത്ത് ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട്. അവർക്ക് ഈ കോളേജ് സ്ഥാനത്ത് നല്ലൊരു ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ബോണ്ടിങ് പവേഴ്സ് വിദ്യാലയങ്ങളുടെ മഹാനാണ്. അതുകൊണ്ടാണ് ബോർഡ് സൈഡിലെ ഒരു സ്ഥലത്ത് ഒരു കോളേജ് ഉണ്ടാക്കി മെഡിക്കൽ സാധനങ്ങളെ നിയമിച്ച് നിങ്ങൾക്ക് വേണ്ടി കോളേജ് തയ്യാറാക്കി. അതുകൊണ്ട് ഈ കോളേജ് സ്ഥാപിച്ച CSI സ്ഥാനത്തോടും നിങ്ങളുടെ പ്രിൻസിപ്പലിനോടും നിങ്ങളുടെ പ്രസ്ഥാനത്തോടും നിങ്ങളുടെ അധ്യാപകരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പഠിത്തം തുടരാൻ. ഈ 4 ശക്തികളും വ്യക്തികളും നന്ദി രേഖപ്പെടുത്തി തുടങ്ങിയാൽ ആ തുടക്കം ഉണ്ടായിരിക്കും. മഹാനായ ഇംഗ്ലീഷ് കവി പറഞ്ഞു, ഒരു കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പകുതി ചെയ്ത് കഴിഞ്ഞില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞു അത് നിങ്ങളുടെ ദൈവത്തിന്റെ ഈ പഠനത്തെ പകുതി ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യാം. കംപ്ലീറ്റ്ലി ഫ്രീ. ഒരു പൈസ ഫീസിന് നിങ്ങളുടെ ഹോസ്റ്റലിൽ പഠിക്കാറാണ്. ആ 800 കോഴ്സ് ഒരു 4 വെറുതെ പഠിക്കുക. എല്ലാവരും കഴിയുമ്പോൾ അതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല സർട്ടിഫിക്കറ്റ് കഴിക്കുക. ഇന്ത്യൻ മാർക്കറ്റ് ലോ മാർക്കറ്റ് അത് ജോലി ചെയ്യുന്ന നല്ല ക്വാളിഫിക്കേഷൻ എടുക്കുന്നത് നല്ല രസമാണ്. എനിക്ക് ഗവൺമെന്റ് ഒരു കൂടിയ കാരണം 4 പേജ് കുറെ കോഴ്സ് കൊടുക്കരുത്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നിവിടെ കോഴ്സ് തുടങ്ങാം. എല്ലാ കുട്ടികളും പഠിച്ച് ജീവിതത്തിൽ വലിയ നിലവിലെത്തി വ്യക്തിമാർ കളക്ടർമാർ ഉൾപ്പെടെ വലിയ നിലവിലെത്തി നിങ്ങളുടെ മാതാപിതാക്കൾ കൈസര്യമാകുന്നതായി നിങ്ങളുടെ നാട്ടുകാരുടെ കൈസര്യമാകുന്നതായി നിങ്ങളുടെ അധ്യാപകർക്ക് ഏറ്റവും വലിയ അഭിമാനമായി മാറാൻ എല്ലാ കുട്ടികളെയും സഹായിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രശ്നം എടുക്കുന്നു. നമസ്കാരം.